എൽവി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ബഹുമാന്യരായ ഭാരവാഹികളെ, ഇതിലെ ബഹുമാന്യരായ അംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, ക്ഷമ പറഞ്ഞുകൊണ്ട് തുടങ്ങേണ്ടി വരുന്നു. കാരണം എന്നോട് കുറച്ച് നേരത്തെ വരണമെന്ന് ഏൽപ്പിച്ചിരുന്നതാണ്. ഈ പ്രോഗ്രാം ഏൽക്കുന്ന സമയത്ത് ഞാൻ വേറെ ഒരു പ്രോഗ്രാം ഏറ്റിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഇതെന്റെ 5ാമത്തെ പ്രോഗ്രാമാണ്. അതുകൊണ്ട് വേറൊരു മീറ്റിംഗ് തീർന്ന ഉടനെ, തീരാൻ കഴിയുന്ന ഉടനെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ക്ഷമാപണം ഞാനാണ് നടത്തേണ്ടത്, സംഘാടകരല്ല. കഴിയുന്നതും സമയത്തെത്താൻ ശ്രമിക്കാറുണ്ട്, എന്നത് പറ്റിയില്ല എന്നുള്ളത്. കാരണം ഒന്നാമത്തെ പ്രശ്നം, ഈ അവധി ദിവസങ്ങളാണ് മിക്ക പ്രോഗ്രാമുകളും വരിക. പ്രത്യേകിച്ചും ഈ ഇങ്ങനെയുള്ള കുടുംബ സംഗമങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊക്കെ സൗകര്യം ഉണ്ടാകുക അവധി ദിവസങ്ങളിലാണ്. കുടുംബ സംഗമത്തിന് ഈ പ്രദേശത്ത് എൽവി നഗറിൽ ഞാൻ ആദ്യമായിട്ട് വരികയാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്നാൽ ഇവിടെ പ്രദേശത്ത് 4-5 നഗറുകളിൽ മുമ്പ് വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അതുകൂടാതെ മലയാള മനോരമ ഒരു റെസിഡൻസ് സൊസൈറ്റികളുടെ അസോസിയേഷനുകളുടെ ഒരു മത്സരം നടത്തിയിരുന്നു. ജില്ലാ തലത്തില് ഒരു 1 ലക്ഷം രൂപ സമ്മാനമൊക്കെ കൊടുത്ത് നടത്തി. അന്ന് അതിൻ്റെ നഗറുകളെ ജഡ്ജ് ചെയ്യാനായിട്ട് ഞാനും പാലക്കാട്ടുള്ള 1-2 പേരും കൂടെ ഈ പ്രദേശത്തുള്ള ചില അസോസിയേഷനുകളുണ്ട്. അന്ന് എൽവി നഗറിൽ വന്ന എനിക്ക് ഓർമ്മയില്ല. അന്ന് കാടാങ്കോടുള്ള ഒരു നഗറാണ് 1 ലക്ഷം രൂപ സമ്മാനം കൊണ്ടുപോയത്. അവർ കുറച്ചുകൂടി പഴയ ഒരു സംഘടനയാണ്, നിങ്ങളെക്കാൾ വളരെ മുന്നേ. കൂട്ടത്തില് ഇത് യൂണിഫോമായിട്ട് എല്ലാവരും ഇട്ടിരിക്കുന്നതാണ് ഈ കളറല്ലേ. ഇത് മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഈ കളർ ഉണ്ടായിരുന്നു, അറിഞ്ഞില്ല. സന്തോഷമുള്ള കാര്യമാണ്. ഈ റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രവർത്തനങ്ങളുമായിട്ട് എനിക്ക് വളരെ ദീർഘകാല ബന്ധമുണ്ട്. കാരണം 1997 ഞാൻ താമസിക്കുന്ന പ്രദേശത്തെ ഒരു 8-10 പേര് വന്നിട്ട് നമുക്കൊരു റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അന്ന് അവിടെ ആകെ 10-30 വീടുകളെ ഉണ്ടായിരുന്നുള്ളൂ. അത് NSS എഞ്ചിനീയറിംഗ് കോളേജിന്റെ തൊട്ട് മുന്നിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി, നമുക്കൊരു മീറ്റിംഗ് കൂടാം. മീറ്റിംഗ് സ്ഥലമൊന്നും അന്വേഷിച്ച് പോകണ്ട, എൻ്റെ വീടിന്റെ മുകളിലത്തെ നില ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിൽ 10-30 പേർക്ക് ഇരിക്കാവുന്ന ഒരു മുറി, വലിയൊരു മുറിയുണ്ട്. എന്നാൽ അവിടെ വെച്ച് കൂടാമെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യമായിട്ടൊരു മീറ്റിംഗ്, 30 ചെയർ എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല. അതിന് പകരം അവിടെ ഉണ്ടായിരുന്ന ബെഞ്ചും കട്ടിലും ഒക്കെ എടുത്ത് 30 ആളിനെ ഒപ്പിച്ച് നമ്മളൊരു മീറ്റിംഗ് നടത്തി. അവിടെ വെച്ചൊരു അസോസിയേഷൻ രൂപീകരിച്ചു. പേര് അന്വേഷിച്ച് പോകേണ്ടി വന്നില്ല. കാരണം അവിടെ ഈ രാമകൃഷ്ണ ഭക്തന്മാര്, രാമകൃഷ്ണൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം, സ്വാമി വിവേകാനന്ദന്റെ ഗുരുവായിരുന്നു രാമകൃഷ്ണ പരമഹംസർ. അപ്പൊ അദ്ദേഹത്തിന്റെ ചില ആരാധക വൃന്ദം അവിടെ ഉള്ളതുകൊണ്ട് അവരെല്ലാരും കൂടെ വന്നിട്ട് പറഞ്ഞു, നമുക്ക് രാമകൃഷ്ണ നഗർന്ന് പേര് കൊടുക്കാം. വേറെ പേരൊന്നും പട്ടികയിൽ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിന് അങ്ങനെ പേര് കൊടുത്തു. അപ്പോ എന്നെ എല്ലാരും കൂടെ പിടിച്ച് അതിന്റെ പ്രസിഡന്റ് ആക്കി. എന്തുകൊണ്ടാക്കിയത് എനിക്കും അറിയില്ല, അവർക്കും അറിയില്ലായിരിക്കും. എന്തായാലും പ്രസിഡന്റ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. അപ്പോ നമുക്കിത്തിരി സ്ഥലം വാങ്ങിച്ചൊരു ഓഫീസ് ഉണ്ടാക്കണം എന്നുള്ളതാണ് ആദ്യ ചിന്ത വന്നത്. അതിന് കാരണം, ഏതൊരു സ്ഥാപനത്തിനും ആയുസ് ഉറപ്പാക്കണമെങ്കിൽ അതിനൊരു ശരീരം വേണം. മനുഷ്യനായാലും മനസ്സുകൊണ്ട് മാത്രം നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല, നമുക്കൊരു ശരീരം വേണം. ഏതൊരു സംഘടനയുടെയും ശരീരം എന്ന് പറയുന്നത് അതിൻ്റെ സ്വന്തമായ ഒരു സ്ഥലവും കെട്ടിടവുമാണ്. ഇതെനിക്ക് മനസ്സിലായത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ എൻ്റെ ജീവിത സ്മരണകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാൻ പല ആവർത്തി വായിച്ചൊരു പുസ്തകമാണ്. എന്താ വായിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ ചില കാര്യങ്ങൾ എന്നെ വല്ലാതെ ആകർഷിച്ചു.
അതിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം അദ്ദേഹം ഒരിടത്ത് പറയുന്നുണ്ട്, ഒരു സ്ഥാപനം അത് എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നിങ്ങളൊരു സംഘടന ഉണ്ടാക്കിയാൽ അതിന് സ്ഥിരമായ ഒരു സ്ഥലമുണ്ടെങ്കിൽ ആ സംഘടന ഒരു കാലത്തും നശിച്ചു പോകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഭാരവാഹിയായിരുന്നിട്ടുള്ള എല്ലാ സംഘടനകൾക്കും സ്ഥിരമായ സ്ഥലങ്ങളുണ്ട്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് ഞാൻ പറയുന്നത് ഇതൊരു സ്ക്രൂ കയറ്റിലാണെന്ന് കരുതിക്കോളൂ. നമുക്ക് കേട്ടും കണ്ടും പലതും അറിയാൻ പറ്റും. ഇപ്പൊ സംഘടനയുടെ ആദ്യ യോഗത്തില് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഈ സജഷൻ പറഞ്ഞപ്പോ ഒന്നുമില്ല, കസേര കൂടി വാങ്ങിച്ചിട്ടില്ല. പലർക്കും ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ വിഷമം വന്നു. അപ്പൊ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എന്റെ വകയായിട്ടൊരു, ഞാൻ ചെറിയൊരു തുകയാണ്, ഒരു സംഭാവന എന്ന് പറയാണ്. ആ മീറ്റിങ്ങിൽ തന്നെ 1,00,000 രൂപയോളം സംഭാവന ഡിക്ലെയർ ചെയ്യപ്പെട്ടു. എന്നുവെച്ചാൽ ഒരാൾ പറയുമ്പോൾ മറ്റൊരാളിന് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ. അങ്ങനെ 8,00,000 രൂപ വരെ ആയപ്പോൾ നമ്മൾ വസ്തു വാങ്ങിച്ചു. ഇപ്പൊ അവിടെ ഏതാണ്ട് 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടമുണ്ട്. ചെറിയൊരു തുകയിൽ ഞാൻ തുടങ്ങി വെച്ചതാണെങ്കിലും ആ കെട്ടിടം കാണുമ്പോൾ ഇപ്പോഴും വളരെ സന്തോഷമുണ്ട്. എന്താ കാര്യം? ഇത് രാമായണത്തിലെ അണ്ണാറക്കണ്ണന്റെ കഥ പറഞ്ഞ പോലെ ഒരു കഥയാണ്. അണ്ണാറക്കണ്ണനും തന്നാലായത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ സംഭാവനകൾ. ആ കെട്ടിടം വെക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, മനുഷ്യർക്ക് സഹായിക്കാൻ പറ്റുന്ന പണം കൊണ്ട് മാത്രമല്ല, അധ്വാനം കൊണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്. മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ കട്ടള തരും, ചിലർ ഇഷ്ടിക തരും, ചിലർ ഒരു പാക്കറ്റ് സിമെന്റ് തരും. അങ്ങനെ നമുക്കൊരു സ്ഥാപനമായി മാറും. അപ്പൊ അനധിവിദൂര ഭാവിയില് നിങ്ങളുടെ സ്വന്തം ഓഫീസില് സ്വന്തം ബോർഡ് വെച്ച് പ്രവർത്തിക്കാൻ ഹിൽവ്യൂ നഗർ റെസിഡൻസ് അസോസിയേഷന് സ്വന്തം ബിൽഡിങ്ങിലെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു, എവിടെയും ബോർഡ് വെച്ചാൽ പോരാ, സ്വന്തം ബിൽഡിങ്ങില് സ്വന്തം ബോർഡ് വെച്ച് നിങ്ങളുടെ മീറ്റിങ്ങുകൾ നടത്താൻ. ഒരുപക്ഷെ ഈ കൂട്ടായ്മകൾ അവിടെ നടന്നു എന്ന് വരില്ല, അതിന് വിശാലമായ സ്ഥലമാണ്. പക്ഷെ ഞാനവിടെ വാങ്ങിച്ച ആ സ്ഥലത്ത് ഈ കൂട്ടായ്മകളും അവിടെ വെച്ച് തന്നെ. കാരണം 9 സെന്റ് വസ്തുണ്ട്, അതിൽ 4 സെന്റ് കെട്ടിടത്തിന് മാറിയതിന്റെ ബാക്കി ഇതിനേക്കാൾ വലിയൊരു സ്ഥലം കൂട്ടായ്മയ്ക്കുണ്ട്. ഷാമിയാന കെട്ടാനുണ്ട്. നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ 10 സെന്റ് തന്നെ അതിനെ കണ്ടെത്തിയാൽ, കുറച്ചെന്തോ വാങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞല്ലേ. അതിന്റെ കൂടെ ഒരു 6 കൂടെ കൂട്ടിച്ചേർത്താൽ അതിന് സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. വൈകുന്നേരം 4 സെന്റ് സ്ഥലം മേടിച്ചു ഞങ്ങൾ ശിലാസ്ഥാപനം നടത്തിയിട്ടുണ്ട്. ഇത് ഈ സ്ഥലം തന്നെയാണോ? അതെ, ഈ സ്ഥലം തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നാൽ പകുതി പിൻവലിക്കേണ്ടി വരും, 2ാം പകുതിയെ ബാക്കിയുള്ളൂ. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇന്ന് MP വന്ന് അത് കാണാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ സ്ഥലം വാങ്ങിയത് ഞാൻ അറിഞ്ഞിരുന്നു, അന്ന് ഭാരവാഹികൾ എന്നെ കാണാൻ വന്നപ്പോൾ. അതുകൊണ്ട് അതിന്റെ 2ാം ഭാഗത്തിന് ഊന്നൽ കൊടുക്കാൻ അതിപ്പോഴും നിലനിൽക്കുകയാണ് കേട്ടോ. നല്ല സ്ഥലമാണ് ബുദ്ധിപരമായി. കാരണം ഈ സ്ഥലം വാങ്ങിക്കുന്നതില് ഈ അല്പലാഭത്തിന് പോകരുത്. അല്പലാഭം പെരും ചെയ്തത്. സ്ഥലം വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ റോഡിന്റെ സൈഡിലുള്ള സ്ഥലം വാങ്ങിക്കണം. അതായത് അക്കാര്യത്തിൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നല്ല സ്ഥലമാണ്. ഇത് നല്ല സ്ഥലമായതുകൊണ്ട് തന്നെ ഇത് മൾട്ടിപ്പിൾ യൂസിലുള്ള ബിൽഡിംഗ് വെക്കണം. ഒന്നിൽ കൂടുതൽ നിലകളിലേക്ക് വരാൻ പറ്റുന്ന രീതിയിൽ മൾട്ടിപ്പിൾ യൂസ് ബിൽഡിംഗ് വെക്കണം. അതുകൊണ്ട് ഇനി ഹിൽവ്യൂ നഗർ അസോസിയേഷൻ ഒരിക്കലും ഇല്ലാതാവില്ല. ഞാനത് പറയാൻ കാരണം 98 99 കാലത്ത് 2 പഞ്ചായത്തുകളിലെ റെസിഡൻസ് അസോസിയേഷൻ എല്ലാം കൂടി ഒരു ഫെഡറേഷൻ ഉണ്ടാക്കി. പിന്നെ ജില്ലാ തലത്തിലും ഫെഡറേഷൻ ഉണ്ടാക്കി. ആ 2 പഞ്ചായത്തിൽ ഉണ്ടാക്കിയ ഫെഡറേഷനുകളെല്ലാം കൂടെ 50ഓളം റെസിഡൻസ് അസോസിയേഷനുകൾ അംഗങ്ങളായിരുന്നു. ഇപ്പൊ അതില് 20-നടുത്തേ പ്രവർത്തിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ റെസിഡൻസ് അവിടെയുണ്ട്, പക്ഷെ അസോസിയേഷൻ പ്രവർത്തിക്കുന്നില്ല. കാരണം അവർക്ക് ആസ്ഥാനമില്ല എന്നുള്ളതാണ്. ആസ്ഥാനം വന്ന് ഒന്നും ഇതുവരെ നശിച്ചു പോന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷം ഇക്കാര്യത്തില്. ഇനി എന്നാണ് ഇവിടെ കെട്ടിടം കാണുക എന്നുള്ളതാണ് അടുത്ത ചിന്ത. എന്തായാലും അടുത്ത തവണ ഇവിടെ വരുമ്പോഴേക്ക് നിങ്ങളുടെ സ്വന്തം കെട്ടിടത്തില്, അത് പ്രത്യേകിച്ച് ഞാൻ അടിസ്ഥാനപരമായിട്ടൊരു സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് പറയാം, ഇതൊരു പ്രൈം ലൊക്കേഷനാണ്. ക്ഷേത്രത്തിന് തൊട്ട്, റോഡിന് തൊട്ട്. ഇങ്ങനെയുള്ള പ്ലോട്ടുകൾക്ക് എക്സ്ട്രാ മാർജിൻ കൊടുക്കേണ്ടി വരും വാങ്ങണമെന്ന്. നിങ്ങൾക്ക് ലാഭത്തിൽ കിട്ടിയിട്ടില്ല, നിങ്ങളൊരു കൂട്ടായ്മ ആയതുകൊണ്ട്. എന്നിട്ട് ഇവിടെ കെട്ടുമ്പോൾ ഭാവിയിൽ മാളോട്ട് കെട്ടിപ്പോകാൻ പറ്റിയ രീതിയിലേ ചെയ്യാവൂ. 1 നിലയിലോ 2 നിലയിലോ ഒന്നും തുടങ്ങുമ്പോൾ അതൊക്കെ മതി. 1 നില, അര നിലയായാലും മതി തുടങ്ങുമ്പോൾ. പക്ഷേ
കെട്ടി പോകാൻ പറ്റുന്ന രീതിയിൽ പ്ലാൻ ഇട്ട് തന്നെ അത് ചെയ്യണം. കാരണം റോഡിൽ നിന്ന് വളരെ അടുത്താണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് 400 മീറ്ററേ ഉള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? ഞാനിപ്പോ കാറി വരുമ്പോൾ എത്ര മീറ്റർ ആണെന്ന് 300-400 മീറ്ററേ അങ്ങോട്ട് ദൂരമുള്ളൂ. അതുകൊണ്ട് ഭാവിയിൽ ഇതിന് വരുമാനം ഉണ്ടാക്കാൻ കഴിയും കെട്ടിടത്തിന്. അപ്പൊ ഇവിടെ തന്നെ ഏകദേശം 5 സെന്റ് എന്നല്ലേ, 4.5 സെന്റ് അല്ലേ? 4 സെന്റ് എന്ന് പറയുമ്പോൾ 1600 ചില്ലുവാനും സ്ക്വയർ ഫീറ്റ് വരും. അതൊക്കെ ക്ലിയറൻസ് ഒക്കെ കൂടെ കഴിഞ്ഞിട്ട്, ഒരു സൈഡിൽ മതിലുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല, ഒരു സൈഡിൽ റോഡ്, മറ്റേ സൈഡിൽ റോഡ്, അതിന്റെ ക്ലിയറൻസ് എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഒരു 1300 സ്ക്വയർ ഫീറ്റ് കെട്ടാൻ കഴിയുള്ളൂ. അത് ധാരാളം മതി. 1300, 1200, 1300 സ്ക്വയർ ഫീറ്റിന് ഇടയ്ക്ക് കെട്ടുകയാണെങ്കിൽ ഒരു നിലയില് ഏകദേശം ഒരു 300 ആൾക്ക് ഇരിക്കാൻ പറ്റും. ഈ കൈയില്ലാത്ത ചേറൊക്കെ ഇട്ടിരിക്കുകയാണ്. കൈയുള്ള ചേറൊക്കെ ആണെങ്കിൽ 200 താഴെ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും പറ്റുന്ന ഒരു അസംബ്ലി ഹാള് ഒരു വലിയ നേട്ടമായിരിക്കും. നിങ്ങൾ ഈ ഭരണസമിതി അംഗങ്ങളുടെ ഒക്കെ പേര് അതിൽ എവിടെയെങ്കിലും ഒക്കെ എഴുതി വെക്കാൻ വേണം കേട്ടോ. കാലം കഴിയുമ്പോൾ നമ്മളെയൊക്കെ ആളുകൾ മറന്നു പോകും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ശിലാഫലകത്തില്, ഞാനിപ്പോ പലയിടത്തും പോകുമ്പോൾ വളരെ സന്തോഷിക്കുന്നത്, പണ്ട് ഏതെങ്കിലും കാലത്ത് വർക്ക് ചെയ്ത സ്ഥാപനമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പ്രിൻസിപ്പലായിട്ട് ഒരുപാട് കോളേജുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഉണ്ടാക്കിയ കെട്ടിടം പോകുന്നിടത്തെല്ലാം ഈ കെട്ടിടമില്ലാത്ത കോളേജിലൊക്കെ കെട്ടിടം ഉണ്ടാക്കുന്ന ഒരു ശീലമായിരുന്നു. അപ്പൊ അവിടേക്ക് ഇപ്പൊ പോകുമ്പോൾ ഈ പേര് എവിടെയെങ്കിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നാളിന്റെ കാലത്ത് ഉണ്ടാക്കി വെച്ചത്. അങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ അത് ചെറിയ പലകയിലൊന്നുമല്ല, നല്ല കരിങ്കല്ലിൽ കൊത്തി വെക്കണം. കാരണം അത്ര അധ്വാനിച്ചാലേ ഇതൊക്കെ പോകുള്ളൂ. അപ്പൊ അതിന് ആകെ കിട്ടാൻ പോകുന്ന പ്രതിഫലം ഇതാണ്. 2 കാര്യങ്ങളെ ഭാരവാഹികൾക്ക് തിരിച്ചു കിട്ടുള്ളൂ. ഒന്ന്, ആളുകളുടെ വായിലിരിക്കുന്ന ചില കാര്യങ്ങൾ. രണ്ടാമത്, കാലം കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ഓർമ്മിക്കപ്പെടും. ആളിപ്പോ ഇതൊക്കെ മറക്കും, പക്ഷെ കുറെ കാലം കഴിയുമ്പോൾ, ഇപ്പോ സിനിമകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ കാണാറില്ലേ? ഇപ്പൊ പൊന്നിയിൻ സെൽവൻ സിനിമ 1ഉം 2ഉം ഞാൻ കണ്ടത് അടുത്ത കാലത്താണ്, ഇറങ്ങിയിട്ട് കുറെ കാലമായി. പൊന്നിയിൻ സെൽവൻ എന്ന് പറഞ്ഞൊരു പ്രശസ്ത നോവലിന്റെ ആവിഷ്കാരമാണ്. നോവല് തമിഴായിരുന്നു, അതിന് കുറെ കാലം മുമ്പ് മലയാള പരിഭാഷ വന്നു. പക്ഷെ പുസ്തകത്തിന്റെ ബൃഹത് സൈസ് കാരണം ഞാനിത് പഠിക്കാൻ മറന്നുപോയി, അത് വായിച്ചില്ല. പക്ഷെ ഇപ്പൊ ആ സിനിമ കണ്ടപ്പോഴാണ് കഥയുടെ തന്തുവൊക്കെ മനസ്സിലായത്. അപ്പൊ അത് എത്രയോ നൂറ്റാണ്ട് മുമ്പ്, അതായത് പഴയ ചോളരാജ്യ സംസ്ഥാപന സമയത്തുണ്ടായ കഥയാണ്. പക്ഷെ അതൊരാൾ നോവലായിട്ട് എഴുതി. അതിൽ നമ്മുടെ മാർത്താണ്ഡവർമ്മ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, എനിക്ക് അത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് പൊന്നിയിൻ സെൽവനേക്കാൾ ഭംഗിയായിട്ട് കഥ എടുക്കാൻ പറ്റിയ, സിനിമ എടുക്കാൻ പറ്റിയ 2 നോവലുകൾ മലയാളത്തിലുണ്ട്. മാർത്താണ്ഡവർമ്മയും അതിന്റെ അനുജൻ നോവല് ധർമ്മരാജയും, 2ഉം എഴുതിയത് ഒരാളാണ്, CV രാമൻപിള്ള. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. CV രാമൻപിള്ള തിരുവനന്തപുരത്ത് ചെമ്പകശ്ശേരി തറവാടിനടുത്ത് താമസിച്ചിരുന്ന ആളാണ്. CV രാമൻപിള്ള റോഡ് തന്നെ ഇവിടെ എപ്പോഴും. അപ്പൊ പൊന്നിയിൻ സെൽവനേക്കാൾ മനോഹരമായിട്ട് കഥ എടുക്കാൻ പറ്റും. പക്ഷേ മാർത്താണ്ഡവർമ്മ എന്നുള്ള പേരിൽ ഒരു പഴയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഉള്ളതായിട്ട് എനിക്ക് അറിയുള്ളൂ. അത് കഴിഞ്ഞ് വന്ന സിനിമ അത്ര പ്രായോഗികമായിരുന്നു. അപ്പൊ ബൃഹത്തായ ഒരു കഥ അതിലുണ്ട്. ഞാൻ ഇന്നലെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇന്നലെ ഏതോ ഒരു കാര്യം പറഞ്ഞപ്പോ ഒരു പുതിയ സിനിമ കാണാൻ ഇടയായപ്പോ, പടക്കളം എന്ന് പറഞ്ഞൊരു പുതിയ സിനിമ, നിങ്ങൾ ആരെങ്കിലും പടക്കളം കണ്ടോ? പടക്കളം സിനിമ കണ്ട ആരെങ്കിലും ഉണ്ടോ ഇതില്? ഒരു തമാശ സിനിമയാണെന്ന് പറഞ്ഞ് എന്റെ മോള് രാത്രി വെച്ചതെന്നാണ്. അത് ജിയോ ഹോട്ട്സ്റ്റാറിലാണ്. അപ്പൊ ഞാനൊന്ന് കാണാന്ന് വിചാരിച്ചപ്പോ അതിന്റെ തുടക്കം തന്നെ മഹാരാജാവ്, തിരുവിതാംകൂർ മഹാരാജാവ് ടിപ്പു സുൽത്താനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി മടക്കി അയച്ച സമയത്ത് അവിടെ കുഴിച്ചിടപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് അതിന്റെ ആദ്യ തുടക്കം തന്നെ. അത് ധർമ്മരാജ എന്ന് പറഞ്ഞ നോവലിലുള്ള ഒരു കഥയാണ്. ധർമ്മരാജയില് ഒരിടത്ത് പറയും, ധർമ്മരാജ CV രാമൻപിള്ള എഴുതിയതാണ്. അതിൽ ഒരിടത്ത് പറയുന്നു, ടിപ്പു ആലുവയ്ക്ക് അടുത്ത് വരെ എത്തി. ആലുവ എന്ന് കൊച്ചി രാജ്യത്തിന്റെ ഭാഗമാണ്. അന്ന് കൊച്ചി രാജാവും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഒരു ഉടമ്പടിയാണ് ടിപ്പുവിനെ നേരിടാൻ. അപ്പൊ കൊച്ചി രാജ്യത്തിന്റെ വടക്കേ അറ്റത്ത്, ആലുവ പുഴയുടെ തീരത്താണ്, വട്ടക്കോട്ട എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എത്തിയ സമയത്ത് ഒരു ദിവസം അവിടെ ഒരു കിടങ്ങുണ്ട്, രാജ്യാതിർത്തികളിൽ നിന്ന് കിടങ്ങുണ്ട്, വലിയ കിടങ്ങ്, 10-30 അടി താഴ്ചയിൽ കുഴി എടുക്കും. അതിനാണ് ചാടിക്കിടക്കാൻ പറ്റില്ല, അത്ര വീതി ഉണ്ടാവും. ഒരു ലോങ് ജമ്പ് ചാടി അത് ചാടാൻ പറ്റാത്ത രീതിയിൽ വീതി ഉണ്ടാവും. അപ്പൊ ഈ കിടങ്ങ് കിടക്കണമെങ്കിൽ പട്ടാളക്കാർക്ക് എന്തെങ്കിലും സാധനങ്ങൾ അതിന്റെ മുകളിൽ വെച്ചിട്ടൊക്കെ കയറാൻ പറ്റുള്ളൂ, ഇല്ല ഏണി പോലെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട്. അപ്പൊ ടിപ്പുവിന്റെ പട്ടാളക്കാര് അതിന്റെ ഇപ്പുറത്ത്, തിരുവിതാംകൂർ പട അതിന്റെ അപ്പുറത്ത്. പക്ഷെ തിരുവിതാംകൂർ പട
പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റില്ല, അവർ ഒളിച്ചിരിക്കുകയാണ്. അവർ ഒളിപ്പോരാളികളായിരുന്നു. കാരണം ടിപ്പുവിന്റെ പട വലിയ പടയാണ്. ഇപ്പൊ ടിപ്പുവിന്റെ പട ഈ വലിയ കുഴിയുടെ ഇപ്പുറത്ത് തമ്പടിച്ചു. എന്തിനാണ്? നേരം വെളുക്കുമ്പോൾ ഈ കുഴി കടന്ന് അങ്ങോട്ട് കയറാൻ വേണ്ടി. അപ്പോഴാണ് തിരുവിതാംകൂറിന്റെ മന്ത്രി രാമരാജ ബഹദൂർ എന്ന് പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. അദ്ദേഹം ഒരു പണി പറ്റിച്ചു. അങ്ങ് കിഴക്കൊരു അണക്കെട്ടുണ്ട്, ആലുവാപ്പുഴ തുടങ്ങുന്ന പെരിയാറിൽ ഒരു അണക്കെട്ടുണ്ട്. ആ പെരിയാറിന്റെ അണക്കെട്ട് ഇന്നത്തെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ചേട്ടനാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് മേസൺറി കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് 3 നൂറ്റാണ്ട് മുമ്പുള്ള കഥയാണ്. മുല്ലപ്പെരിയാർ ഉണ്ടാക്കിയിട്ട് 130 വർഷമാകുന്നുള്ളൂ. ഇത് 3 നൂറ്റാണ്ട് മുമ്പ് അവിടെ ഒരു അണക്കെട്ടുണ്ട്. അത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ അണക്കെട്ടാണ്, എർത്ത് ഡാം എന്ന് പറയുന്നത്. ഇപ്പൊ എന്ത് ചെയ്തു? രാമരാജ ബഹദൂർ പ്രത്യേകം ആളെ ഏർപ്പാട് ചെയ്തു. രാത്രി ടിപ്പുവിന്റെ പടയാളികള് ഉറങ്ങുന്ന സമയത്ത് വെള്ളം എത്തത്തക്ക രീതിയിൽ അവിടെ അണ പൊട്ടിച്ചു വിട്ടേക്കാൻ. ആ അണ സന്ധ്യയോടുകൂടി പൊട്ടിച്ചു വിട്ടു. ആ വെള്ളം ഒഴുകി ഇവിടെ എത്തുന്ന ഏകദേശം നട്ടപ്പാതിരക്കായിരിക്കും. ഇത് വേറെ ആർക്കും അറിയില്ല. തിരുവിതാംകൂർ സൈന്യത്തിനും അറിയില്ല. അതിലെ ചില ഒളിപ്പോരാളികൾക്ക് മാത്രമേ ഈ കാര്യം അറിയുള്ളൂ. കൃത്യം നട്ടപ്പാതിരയ്ക്ക് ടിപ്പുവിന്റെ പോരാളികളുടെ ഉറക്ക സമയം വരെ അവർ പഠിച്ചു എന്നാണ് പറയുന്നത്. അവരെല്ലാരും കിടന്ന് ഉറങ്ങുന്ന സമയത്ത് മലവെള്ളപ്പാച്ചിൽ വന്നു. ഈ കിടങ്ങും അതിന്റെ ചുറ്റോട്ടം മുഴുവൻ ഒലിച്ചങ്ങ് പോയി, ചാല് പോലെ. കൂട്ടത്തിൽ 3/4 പടയാളികൾ ഒലിച്ചുപോയി എന്ന് മാത്രമല്ല, ടിപ്പു കൊണ്ടുവന്ന പീരങ്കികൾ അതിനകത്തൊക്കെ വെടിമരുന്നാണ്. വെള്ളം കയറിയാൽ പിന്നെ അത് പൊട്ടില്ല, അത് മുഴുവൻ വെള്ളത്തിൽ മുങ്ങി പോയി. അങ്ങനെയാണ് തിരുവിതാംകൂറിനെ ടിപ്പുവിന്റെ പടയോട്ടത്തിൽ നിന്ന് തിരുവിതാംകൂർ രാജാവ്, അന്നത്തെ തിരുവിതാംകൂർ രാജാവിന്റെ പേര് രാമൻ എന്ന് തന്നെയായിരുന്നു. എന്നിട്ട് ടിപ്പു മടങ്ങി പോകുമ്പോൾ പറയുകയുണ്ടായി, രാമൻ നായർ എന്നാണ് ടിപ്പു അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. രാമൻ നായരെ കാണാൻ ഞാൻ വരുന്നുണ്ട്. പക്ഷെ ടിപ്പുവിന് പിന്നെ മടങ്ങി വരാൻ പറ്റിയില്ല. കാരണം ടിപ്പു മടങ്ങുന്ന വഴിക്ക് തന്നെ മൈസൂരിൽ വെച്ച് കൊല്ലപ്പെടുകയാണ്. ടിപ്പു മരിച്ച സ്ഥലത്ത് ഞാൻ പോയി കാണുകയുണ്ടായി. അവിടെ ഒരു ചെറിയ സ്മാരകശിലയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് പടപൊരുതി മരിച്ച ടിപ്പു സുൽത്താൻ. അതിന്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ടിപ്പു അവിടെ പടപൊരുതി തന്നെയാണ് മരിച്ചത്. മരിച്ചു വീണിട്ട് ആർക്കും അറിയില്ലായിരുന്നത് ടിപ്പു സുൽത്താനാണ്. പിന്നെ ടിപ്പുവിന്റെ തലയിലുള്ള ആ ക്രൗൺ, തലയിൽ വെക്കുന്ന കിരീടം ഉണ്ടല്ലോ, അത് തെറിച്ച് ദൂരെയായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ആളെ ഐഡന്റിഫൈ ചെയ്തില്ല. കുറെ കഴിഞ്ഞിട്ടാണ് ഇത് ടിപ്പു ആണെന്ന് തിരിച്ചറിഞ്ഞത്. അവിടെ അതൊക്കെ ശിലാഫലകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ, ഞാൻ അല്പം ചരിത്രത്തിലേക്ക് പോയി എന്ന് മാത്രം. ഈ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിമിതിയില്ല. ഇപ്പൊ മിക്ക റെസിഡൻസ് അസോസിയേഷനുകളിലും ഏറ്റവും കൂടുതൽ നടക്കുന്ന വാട്സാപ്പ് പ്രചരണങ്ങളാണ്. എന്നുവെച്ചാൽ ഇപ്പൊ നമുക്ക് മൊബൈല് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വന്നു. മൊബൈൽ മാനിയ എന്ന് പറയാം. ഇത് ചിലര് പറയാറുണ്ട് ഇത് കുട്ടികൾക്കാ കൂടുതലെന്ന്. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾ കുട്ടികളെ ഒന്നും പഴിക്കണ്ട, ഇത് മുതിർന്നവർക്കാ കൂടുതൽ. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര മണിക്കൂർ നേരം നിങ്ങൾ ഈ മെഷീന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. എനിക്ക് ഓർമ്മ വരുന്ന പഴയ ഒരു കഥയാണ്. ഇതൊരു സംഭവമാണ്. ഞാൻ ഒരിക്കൽ ഒരു കോളേജിൽ പരിശോധനയ്ക്ക് വേണ്ടി പോയി. യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയായിട്ട് പരിശോധനയ്ക്ക് വേണ്ടി പോയി. പരിശോധന കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോൾ, ഒരു 5 കൊല്ലമായിട്ടുണ്ടാവും. പരിശോധന കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോൾ സാർ എന്ന് പറയുന്നൊരു വിളി കേട്ടിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒരു കുട്ടി, അവിടെ പഠിക്കുന്ന കുട്ടിയാണ്, യൂണിഫോം ഇട്ടിട്ടുണ്ട്. അവൻ ഓടി വരികയാണ് എൻ്റെ അടുത്ത്. സാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വന്നു. ഞാൻ പറഞ്ഞു, അതെ സാർ, എനിക്കൊരു പരാതിയുണ്ട്, പരിഹരിച്ചു തരണം. ഞാൻ ചോദിച്ചു, ഇവിടുത്തെ സ്റ്റുഡന്റ് തന്നെയാണല്ലോ അല്ലേ, യൂണിഫോം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു? അതെ സാർ, ഞാൻ ഇവിടുത്തെ വിദ്യാർത്ഥിയാണ്, 3ാം വർഷ വിദ്യാർത്ഥിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പരാതി? സാർ, എൻ്റെ മൊബൈൽ ഫോൺ പ്രിൻസിപ്പൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്, സാർ അത് എനിക്ക് തിരിച്ചു വാങ്ങി തരണം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പിടിച്ചു വെക്കാൻ കാരണം? അത് സാർ, ഞാൻ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഇൻവിജിലേറ്റർ വന്ന് എൻ്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് പോയി. ഞാൻ പറഞ്ഞു, പോക്കറ്റിൽ ഇരുന്ന മൊബൈൽ ഫോൺ എങ്ങനെ ഇൻവിജിലേറ്റർ അറിഞ്ഞു? അല്ല സാർ, ഞാനതൊന്ന് പുറത്തൊക്കെ എടുത്ത് നോക്കിയതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് അവർ കണ്ടു. അപ്പൊ ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, ഇപ്പോഴും വിദ്യാർത്ഥികൾക്ക് അറിയുമെന്നറിയില്ല, ഇപ്പോഴും കേരള സംസ്ഥാനത്തിലെ ഗവൺമെന്റ് ഓർഡറും ഹൈക്കോർട്ട് ഓർഡറും അനുസരിച്ച് മൊബൈൽ ഫോൺ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൊണ്ടുവരാൻ പാടില്ല എന്നാണ് നിയമം.
കോവിഡ് കാലത്ത് അത് അനുവദിച്ചിരുന്നപ്പോഴും ഈ നിയമം മാറ്റിയിരുന്നില്ല. അതിന് സ്പെഷ്യൽ ഓർഡർ വഴി കൊണ്ടുവരാൻ അനുവാദം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും മൊബൈൽ ഫോൺ സ്കൂളിലോ കോളേജിലോ കൊണ്ടുപോകുന്നെങ്കിൽ അത് നിയമവിരുദ്ധമാണ് ഇപ്പോഴും. ഇനി അതിലും രസകരമായ ഒരു വസ്തുതയുണ്ട്, മാറ്റിയിട്ടില്ല ഇപ്പോഴും. അതിലും രസകരമായ വസ്തുത, ക്യാമറ ഉള്ള മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നത് ക്രിമിനൽ കുറ്റമാണ്. നിങ്ങളെ പിടിച്ച് ജയിലിലിടാം, വേറെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. സ്കൂളിലോ കോളേജിലോ ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് ഒരു ക്യാമറ ഉള്ള മൊബൈൽ ഫോൺ പിടിച്ചാൽ ഇപ്പോഴുള്ള നിയമം വെച്ച് തന്നെ ജയിലിലിടാം. പക്ഷെ ആരും ഇത് ചെയ്യാറില്ല എന്ന് മാത്രം. കാരണം ഇത് ചെയ്യുന്നവരും പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം. ഇതില് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം നമ്മുടെ തലച്ചോറിനെ വല്ലാതെ ബാധിച്ചു കഴിഞ്ഞു. ഈ കുട്ടി ഓടി വന്ന് എൻ്റെ ഇടയ്ക്ക് ഇത് പറഞ്ഞപ്പോ ഞാൻ കുട്ടിയോട് ഇത് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, പരീക്ഷാ ഹാളിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, പരീക്ഷാ ഹാളിൽ ഇത് കൊണ്ടുവരുന്ന ശിക്ഷാർഹമാണെന്ന് അറിഞ്ഞൂടെ? അറിയാം സാർ. പിന്നെന്തിനാ കൊണ്ടുവന്ന്? ഒരു തെറ്റ് പറ്റിപ്പോയി സാർ. ഒരു തെറ്റ് ആർക്കും പറ്റൂല്ലോ, ഒരു തെറ്റായിരിക്കും ആൾ പലവണ്ണം തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റി നിയമം അനുസരിച്ച് പരീക്ഷാ ഹാളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരികയും അതും ക്യാമറ ഉള്ള മൊബൈൽ ഫോണും സ്മാർട്ട് ഫോണും കൊണ്ടുവന്നു റെക്കോർഡിക്കലായിട്ട് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ നിങ്ങളെ കോളേജിൽ നിന്ന് പുറത്താക്കാൻ അത് മതി. നിയമം അനുസരിച്ച് വേറൊരു കോളേജിൽ പുറത്താക്കുകയും ചെയ്തു. അതിന്റെ മുൻമാസം ഞാൻ ഇൻസ്പെക്ഷൻ പോയ വേറൊരു കോളേജിൽ ഒരു കുട്ടിയെ കോളേജിൽ നിന്ന് പുറത്താക്കിയതിന് അയാൾ മൊബൈൽ ഫോൺ കൊണ്ടുവന്ന ക്ലാസ്സിലിരുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തതായിരുന്നു പ്രശ്നം. ഫോട്ടോ എടുത്ത മിടുക്കൻ അറിഞ്ഞില്ല അയാൾക്കും മേളിൽ വേറൊരു ക്യാമറ ഇരിപ്പുണ്ടെന്ന്. ആ ക്ലാസ്സിൽ ക്യാമറ ഉണ്ടായിരുന്നു. അവരാ പ്രൂഫോട് കൂടിയാണ് ഇയാളെ പുറത്താക്കിയത്. ഹൈക്കോടതി കേസിന് പോയിട്ടും അയാളെ തിരിച്ചെടുക്കാൻ ഹൈക്കോടതി പറഞ്ഞില്ല. അപ്പൊ ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, അതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ കുട്ടി പറഞ്ഞത്, സാറൊരു കാര്യം ചെയ്താൽ മതി, സാറൊന്ന് പ്രിൻസിപ്പലിനെ വിളിച്ച് പറഞ്ഞാൽ മതി, എനിക്കിങ്ങ് തരണം. ഞാൻ പറഞ്ഞു, അത് പറയാൻ എനിക്ക് അധികാരമില്ല, നിയമത്തെ ലംഘിക്കാൻ പറ്റും എന്ന് മാത്രമല്ല, ഞാൻ ഇനി അങ്ങനെ പറഞ്ഞാൽ അവരടുത്ത കടുപ്പ ചെയ്താലും നിങ്ങൾ ഈ കോളേജിൽ നിന്ന് പുറത്താക്കിയാലോ. അപ്പോഴാണ് എന്നെ ഞെട്ടിച്ചുകൊണ്ട് കുട്ടി പറഞ്ഞു, സാർ എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കിയാലും കുഴപ്പമില്ല, എൻ്റെ ഫോൺ എനിക്കിപ്പോ കിട്ടണം. മൊബൈൽ ഫോൺ എത്രമാത്രം ആ കുട്ടിയുടെ ബ്രെയിനിലേക്ക് ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നു. അയാൾ ബിടെക്കിന് പഠിക്കുന്ന വിദ്യാർത്ഥിയാ. അതിൽ നിന്ന് ഡിസ്മിസ് ചെയ്താലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ഫോൺ കിട്ടണം. ഞാനിത് പറയാൻ കാരണം ഇപ്പൊ പല വീടുകളിലും ഈ ഫോൺ കാരണം ഒരുപാട് അത്യാഹിതങ്ങൾ സംഭവിക്കുന്നുണ്ട്. പുറത്തെത്ര അറിയുന്നു എന്നറിയില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ, അച്ഛനും അമ്മയും തമ്മിൽ, അച്ഛനും മക്കളും തമ്മിലൊക്കെ ഈ ഫോൺ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളോട് ഫോൺ ഉപയോഗിക്കരുതെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. എന്താ കാര്യം? കുട്ടികളോടെ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറയണമെങ്കിൽ ആദ്യം നമ്മൾ ഈ ഫോൺ എടുത്ത് മാറ്റി വെക്കണ്ടേ. എൻ്റെ പഴയൊരു അനുഭവം പറയാം. ഞാനൊരു കോളേജിലെ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു കോളേജിലാണ്. അപ്പൊ ഒരു മാതാവ് മകളെ കൂട്ടി എൻ്റെ അടുത്ത് വന്നു. സാർ, ഇവൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് വളരെ കുറവാണ്. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അത് പഠിക്കില്ല സാർ, വീട്ടിൽ വന്നാൽ ടി വി നോക്കിയിരിക്കലാണ്. അന്ന് ഈ മൊബൈലിനേക്കാൾ ഒരു 5 കൊല്ലം മുമ്പേ അന്ന് ടി വി വളരെ ശക്തമാണ്. ഇപ്പോൾ കുട്ടികൾ ടി വി സീരിയൽ കാണുന്ന ഇടപാടൊന്നുമില്ല, അതൊക്കെ പഴഞ്ചനായിപ്പോയി. ടി വി നോക്കിയിരിക്കുകയാണ്, അവൾ പഠിക്കുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാ ടി വി സാധാരണ ഓൺ ചെയ്യാറ്? അപ്പൊ അമ്മ പറഞ്ഞു, അത് ഞാനാണ് സാർ ഓൺ ചെയ്യുന്നത്. ആരാ ടി വി ഓഫ് ചെയ്യാറ്? അത് ഞാനാണ് സാർ ഓഫ് ചെയ്യുന്നത്. ഇത് രണ്ടും ചെയ്യുന്നത് അമ്മയാണ്. മനസ്സിലായില്ലേ? ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ചോദിച്ചു, അല്ല അത് രണ്ടും ചെയ്യാതിരുന്ന പോലെ പ്രശ്നം കഴിയും ഇല്ലേ? അപ്പൊ അമ്മ എന്നെ തുറിച്ചു നോക്കി. അപ്പോഴാണ് മോള് പറയുന്നത്, സാർ വീട്ടിൽ അമ്മ എല്ലാ സീരിയലും കാണും, അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഞങ്ങൾക്കും അത് കാണാൻ പോകും. പിന്നെ മോളെ എങ്ങനെ വഴക്ക് പറയാ? എനിക്ക് ഓർമ്മ വന്ന ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ കഥയാണ്. അദ്ദേഹത്തിനിടയ്ക്ക് ഒരിക്കൽ ഒരമ്മയും കുഞ്ഞും കൂടെ ചെന്നു. 4-5 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയായിട്ട് ചെന്നു. എന്നിട്ട് പരമഹംസരോടെ ആ മാതാവ് പറഞ്ഞു, സ്വാമി, എൻ്റെ മോനെ ഒന്ന് ഉപദേശിക്കണം, അവൻ വല്ലാതെ പഞ്ചസാര എടുത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചസാരയാണോ ശർക്കരയാണോ എന്തോ അങ്ങനെ ഒരു മധുരമുള്ള സാധനമാണ്. ശർക്കരയെന്ന് വെച്ചോളൂ, അന്ന് പഞ്ചസാരയേക്കാൾ കൂടുതൽ ശർക്കരയാണുള്ളത്. 1 നൂറ്റാണ്ട് മുന്നേ ഉള്ള കഥയല്ലേ. അപ്പൊ സ്വാമിജി പറഞ്ഞു, ഞാൻ അവനെ ഉപദേശിക്കാം, അടുത്ത ആഴ്ച കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ അമ്മ മകനെയും കൊണ്ട് പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ അമ്മ പറഞ്ഞു, സ്വാമിജി കഴിഞ്ഞ ആഴ്ച ഞങ്ങളോട് പറഞ്ഞിരുന്നു മകനെ ഈ ആഴ്ച കൊണ്ടുവരാൻ, ഇവനെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ സ്വാമിജി ആ കുട്ടിയെ അടുത്ത് വിളിച്ചിട്ട് തലേ കൈയൊക്കെ വെച്ചിട്ട് പറഞ്ഞു, മോനെ
ശർക്കര കഴിക്കുന്നത് നിന്റെ ആരോഗ്യത്തിന് വളരെ ദോഷകരമാണ്. നിന്റെ അമ്മയ്ക്ക് വിഷമമുണ്ടാകുന്നില്ല. ഇനി മേലിൽ അത് ഉപയോഗിക്കരുത്, നീ അത് ഉപേക്ഷിക്കണം, എന്നാലും നിനക്ക് നല്ല കുട്ടിയായിട്ട് വളരാൻ പറ്റുള്ളൂ. അപ്പൊ കുട്ടി, കാരണം സ്വാമിജി വളരെ പരമാരാധ്യനാണ്, നിങ്ങൾക്കറിയാം. ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന് ബംഗാളില് വളരെ പ്രശസ്തനാണ്. നമ്മുടെ കേരളത്തിലെ ശ്രീനാരായണ ഗുരുവിനേക്കാൾ സ്ഥാപിക്കപ്പെട്ടിരുന്ന വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു സന്യാസിയാണ്. അപ്പൊ പരമഹംസനെ ഉപദേശിച്ചല്ലേ, കുട്ടി പറഞ്ഞു ശരി സ്വാമി, ഞാൻ ഇനി കഴിക്കില്ല എന്ന് പറഞ്ഞു പോയി. അപ്പൊ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്ന സ്വാമിയുടെ ശിഷ്യരിൽ ഒരാൾക്ക് ഒരു സംശയം. അദ്ദേഹം പോയി സ്വാമിയെടുത്ത് ചോദിച്ചു, സ്വാമി ഇത് പറയാനാണ് കഴിഞ്ഞ ആഴ്ച അങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നു. അപ്പൊ സ്വാമി പറഞ്ഞു, മനസ്സ അങ്ങനെ പറയാൻ കഴിയില്ല, കഴിഞ്ഞ ആഴ്ച വരെ ഈ ദുസ്വഭാവം എനിക്കുണ്ടായിരുന്നു, ഞാൻ ആദ്യം അതിനെ നിയന്ത്രിച്ചു, എന്നാൽ മാത്രമേ ഈ കുട്ടിയെ ഉപദേശിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ കുട്ടികൾ ചീത്തയായി എന്ന് ഒരിക്കലും അവരെ പഴിക്കരുത്. നമ്മുടെ കുട്ടികൾ ചീത്തയാകുന്നെങ്കിൽ അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ ഹോം എൻവയറമെന്റ് ആണ്. എന്താണ് ഈ ഹോം എൻവയറമെന്റ് എന്ന് പറഞ്ഞാൽ? നമ്മളൊരു കുട്ടിയെ ഒരു സ്കൂളിൽ കൊണ്ടാക്കി അല്ലെങ്കിൽ ഒരു കോളേജിൽ കൊണ്ടാക്കി, അവരെല്ലാം പഠിപ്പിച്ച് കുട്ടികളെ നന്നാക്കിക്കോളും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് കുട്ടിയാട്ടെ പേരക്കുട്ടിയാട്ടെ. ഇപ്പൊ ഒരു കോളേജിലാണെങ്കിൽ, ഒരു സാധാരണ കോളേജിൽ, ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന കോളേജില് ഒരു വർഷം, ഒരു മാസമൊന്നുമല്ല, ഒരു വർഷം പ്രൊഫഷണൽ കോളേജ് ആണെങ്കിൽ 150 കോണ്ടാക്ട് അവേഴ്സ് ഉണ്ടാവുള്ളൂ. മനസ്സിലായല്ലേ? ഏതിന്? ഒരു വർഷം 150 അല്ല, ഒരു സെമസ്റ്ററിൽ ഞാൻ പറയാം 5 സബ്ജക്ട് 350 കോണ്ടാക്ട് അവേഴ്സ്. ഒരു വർഷം, ഒരു സെമസ്റ്റർ 350 കോണ്ടാക്ട് അവേഴ്സ്, അതാണ് മാക്സിമം വരിക. അതിൽ കൂടുതൽ വരില്ല. ഇനി വളരെ സ്പെസിഫിക് ആയിട്ടുള്ള റെസിഡൻഷ്യൽ കോളേജുകളൊക്കെ ചിലപ്പോൾ 400 അവേഴ്സ് വരെ പോയിരിക്കും, അതിൽ കൂടുതൽ പോകില്ല ഒരു സെമസ്റ്ററിൽ. അങ്ങനെ 2 സെമസ്റ്ററിൽ 600 തൊട്ട് 800 വരെ അവേഴ്സ് ആണ് ഒരു വർഷം അധ്യാപകരെല്ലാരും കൂടെ എടുക്കുക. ഒരു വർഷം ഏകദേശം 8 മുതൽ 10 അധ്യാപകർ വരെ ഉണ്ടാവും. അപ്പോൾ ഒരു അധ്യാപകൻ ഒരു കുട്ടിയുടെ മുന്നിൽ, ഇത് കുട്ടികളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആളുകളിലൂടെ ഉണ്ട്. സ്കൂളിലാണെങ്കിൽ ഒരു അധ്യാപകനോ അധ്യാപികയോ കുറച്ച് കൂടുതലുണ്ടാവും. കോളേജിലെ ടീച്ചേഴ്സ് കൂടുതലുള്ളതുകൊണ്ട് 1 or 2 വിഷയത്തിൽ കൂടുതൽ അവർ എടുക്കില്ല. അപ്പോൾ 100 മുതൽ 200 മണിക്കൂർ വരെ ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നുള്ളൂ. ഇനി മാക്സിമം തന്നെ എടുത്തോളൂ, 200 മണിക്കൂർ ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ പഠിപ്പിച്ചു എന്ന് വെച്ചോളൂ. ഈ 200 മണിക്കൂർ എന്ന് പറഞ്ഞത് ഏകദേശം 8.5 ദിവസമാണ്. അപ്പൊ ഈ കുട്ടിയെ അധ്യാപകൻ കാണുന്നത് ഒരു വർഷത്തിൽ 8.5 ദിവസം. അച്ഛനും അമ്മയും കാണുന്നതോ ഒരു വർഷത്തിൽ 365 ദിവസം. അപ്പൊ ഒരു അധ്യാപകന് കുട്ടിയെ നന്നാക്കാൻ പറ്റും. ഇത് സ്കൂളിലാണെങ്കിൽ അധ്യാപകരുടെ മണിക്കൂർ കുറച്ചുകൂടെ കൂടും. ഒരു ദിവസം 1 മണിക്കൂർ എന്നുള്ളതിന് പകരം ചിലപ്പോൾ 2 മണിക്കൂർ വരും. അപ്പോൾ 8.5 എന്നുള്ളത് ചിലപ്പോൾ 15 ദിവസം വരെ ഒരു കുട്ടിയെ ഒരു അധ്യാപകനോ അധ്യാപികയോ നേരിട്ട് സമ്പർക്കത്തിലുണ്ടാവും. ഈ 15 മണിക്കൂർ സ്കൂളിൽ നേരിട്ട് സമ്പർക്കത്തിൽ വരുന്ന ഒരു അധ്യാപകനോ അധ്യാപികയാണോ, അതോ 365.2422 ദിവസം ഒരു വർഷത്തില് അവരെ നേരിട്ട് കാണുന്ന അച്ഛനും അമ്മയാണോ, ആർക്കാണ് അവരിൽ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുക? അതുകൊണ്ട് നമ്മൾ പലപ്പോഴും വിചാരിക്കും ഒരു സ്കൂളിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ, ഒരു കോളേജിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ മഹാമിടുക്കരായിരുന്നു. അങ്ങനെയല്ല. അവർ പഠിക്കുന്നത് നമ്മളിൽ നിന്നാണ്, വേറെ ആരിൽ നിന്നുമല്ല, നമ്മളിൽ നിന്ന് തന്നെയാണ്. നമ്മളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരെ കണ്ടാ പഠിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം, പലരും വന്ന് പരാതി പറയാറുണ്ട്, എൻ്റെ മോന് ഭയങ്കര ദുശ്ശീലങ്ങൾ, എൻ്റെ മോന് പറഞ്ഞാൽ അനുസരണയില്ല. എനിക്കിപ്പോൾ പഴയൊരു കഥയാണ് ഓർമ്മ വരുന്നത്. ആ കഥ എന്താണെന്നറിയോ? ഇത് നടന്ന സംഭവമാണ്. ഞാനൊരു സ്കൂളിലെ, അന്ന് പ്രിൻസിപ്പൽ അല്ല, ഹെഡ് മിസ്ട്രസ് ആണ്. അന്ന് ഈ ഹയർ സെക്കൻഡറി സെപ്പറേറ്റ് ആയിട്ടുള്ള ഹെഡ് മിസ്ട്രസിന്റെ റൂമിൽ ഇരിക്കുമ്പോൾ ഹെഡ് മിസ്ട്രസ് ഞങ്ങളോട് പറയുകയാണ്, ഞാനൊന്ന് അതിഥിയായിട്ട് ഇതുപോലെ പോയത്. അപ്പൊ ഹെഡ് മിസ്ട്രസ് എന്നോട് പറയാണ്, സാർ ഇപ്പോഴത്തെ പിള്ളേര് മഹാ ചീത്തയാ, നാക്കെടുത്ത കള്ളവേ പറയുള്ളൂ. കേട്ടിരുന്നു. ഞങ്ങളോട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ഓഫീസിലെ ഒരു അസിസ്റ്റന്റ് ഉണ്ട്, ഓഫീസ് അസിസ്റ്റന്റ്, അവര് വന്നിട്ട് ഈ ഹെഡ് മിസ്ട്രസിനോട് പറയുന്നു, മാഡം ഏതോ ഒരു കമ്പനിയുടെ പ്രതിനിധി കാണാൻ വന്നിരിക്കുന്നു. അപ്പൊ ഈ പ്രധാന അധ്യാപിക ആ സ്ത്രീയോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഇല്ലാന്ന് അവരോട് പറഞ്ഞേക്കും. അപ്പൊ എനിക്ക് അപ്പൊ തന്നെ തോന്നി, കുട്ടികൾ കള്ളം പറയുന്നെങ്കിൽ ചികിത്സ ആർക്കാ കൊടുക്കണ്ടേ? പ്രധാന അധ്യാപികയാണ്. കുട്ടികൾ നമ്മളെക്കാൾ ഭയങ്കര അബ്സോർബിംഗ് ആണ്.
നിങ്ങൾ വീട്ടിൽ എന്ത് പറഞ്ഞാലും അവർ പിടിച്ചെടുക്കും. അതവർ പിടിച്ചെടുത്ത് നിങ്ങൾക്കറിയില്ല. ഇപ്പൊ എന്റെ ഒരു പേരക്കുട്ടിക്ക് 4 വയസ്സുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവൻ പൂച്ച പറഞ്ഞ് മിണ്ടാതിരിക്കുക ആ സമയത്ത്. പക്ഷെ 2-3 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ അറിയാതിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ പറഞ്ഞ വാചകം തിരിച്ചു പറയും. അവരുടെ ബ്രെയിൻ ഭയങ്കര അബ്സോർബിംഗ് ആണ്. എന്ന് മാത്രമല്ല, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഓരോ തലമുറ കഴിയുമ്പോഴും നമ്മുടെ അടുത്ത തലമുറ നമ്മളെക്കാൾ ബുദ്ധിമാന്മാരാണ്. അവരെ അണ്ടർ വാല്യൂറ്റ് ചെയ്യരുത്. നമ്മൾ പലപ്പോഴും എനിക്ക് കുട്ടികളെ മണ്ടന്മാരുണ്ട്. തെറ്റാണ്. എന്റെ തന്നെ ഒരു അനുഭവ കഥ ഞാൻ പറയാം. ഞാൻ എൻ്റെ മകന്, ഇപ്പോഴൊന്നുമല്ല, വളരെ മുമ്പ് എൻ്റെ മകന് 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കണ്ടമാനം ഇന്റർനെറ്റ് ഉപയോഗം. അന്ന് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫീസുമാണ് ഇന്റർനെറ്റിന്. ഇന്നത്തെ പോലെയല്ല, ചീപ്പല്ല. അപ്പൊ അന്ന് എനിക്ക് ഏഷ്യാനെറ്റിന്റെ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടാകും. അപ്പൊ ഞാൻ വൈകിട്ട് ചിലപ്പോൾ അസമയത്തായിരിക്കും വീട്ടിലെത്തുക. വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഉപയോഗിച്ച് ഇന്റർനെറ്റ് എത്രയാണെന്ന് അതിലറിയാം. നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പൊ മണിക്കൂറുകളോളം അത് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, അത് പൊതുസ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ഇന്റർനെറ്റ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ മൊബൈല്, ഇതൊന്നും അടച്ചിട്ട മുറിയിൽ ഉപയോഗിക്കാൻ കുട്ടികളെ അനുവദിക്കുന്നത്. തുറന്നിട്ട മുറിയിൽ അവരെന്ത് ഉപയോഗിച്ചു? അതുകൊണ്ട് ഞാൻ എൻ്റെ ഹാളിലാണ് കമ്പ്യൂട്ടറൊക്കെ വെച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഉപയോഗിക്കപ്പെടുന്നത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കോളേജിലെ എഞ്ചിനീയറിംഗിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരു സിസ്റ്റംസ് മാനേജർ ഉണ്ട്. ആ സിസ്റ്റംസ് മാനേജറോടെ ഞാൻ പറഞ്ഞു, ഒരു ഹെൽപ്പ് ചെയ്യണം, എൻ്റെ വീട്ടിലെ ഇന്റർനെറ്റിന് ഒരു ലോക്ക് വെക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, സാർ വൈകിട്ട് ഞാൻ വരാം, ഞാൻ അവിടെ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്യുന്നതാണ്, വൈകിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ വൈകിട്ട് അയാൾ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഡെസ്ക്ടോപ്പാണെന്ന് ലാപ്ടോപ്പ് കൊടുക്കാം. ലാപ്ടോപ്പ് എപ്പോഴും എൻ്റെ കയ്യിലായിരിക്കും, വീട്ടിൽ വെച്ചിരിക്കുന്ന ഡെസ്ക്ടോപ്പാണ്. ഡെസ്ക്ടോപ്പില് ഇന്റർനെറ്റിന് സോഫ്റ്റ്വെയർ ലോക്ക് വെച്ചു. ചില്ലറ ലോക്കൊന്നുമല്ല, സിസ്കോയുടെ സോഫ്റ്റ്വെയർ ലോക്ക്. സിസ്കോയ്ക്ക് 2 ലോക്കുണ്ട്, സോഫ്റ്റ്വെയറും ഉണ്ട് ഹാർഡ്വെയറും ഉണ്ട്. ലോക്ക് ഇട്ടു. ലോക്കിട്ട് പോകുമ്പോൾ അയാൾ എന്തൊക്കെ പറഞ്ഞു, സാർ അത്ര പാസ്വേഡ് എനിക്ക് മാത്രമേ തന്നുള്ളൂ, വേറെ ആർക്കും കൊടുത്തിട്ടില്ല. അപ്പൊ എനിക്ക് മാത്രം അറിയുന്നൊരു പാസ്വേഡ്. മനസ്സിലായില്ലേ? പിറ്റേന്ന് ഞാൻ വന്ന് വൈകിട്ട് നോക്കുമ്പോൾ സാധാരണ ദിവസം ഉപയോഗിച്ചിരിക്കുന്ന പോലെ അന്നും ഇന്റർനെറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ ഉടനെ എന്റെ സിസ്റ്റംസ് മാനേജറെ വിളിച്ചു. ഇന്റർനെറ്റ് വീണ്ടും അത്രയും ഉപയോഗിച്ചിരിക്കുന്നു, 4-5 മണിക്കൂർ ഉപയോഗിച്ചിരിക്കുന്നു. ഞാൻ വൈകിട്ട് വളരെ ലേറ്റായിട്ട് എത്തിയത്. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? അപ്പൊ അയാൾ പറഞ്ഞു, സാർ ഹാക്കിങ്ങില് അതിമിടുക്കനായ ഒരാളിന് മാത്രമേ അത് പൊട്ടിക്കാൻ പറ്റുള്ളൂ. സാറിന്റെ പാസ്വേഡ് ഇല്ലാതെ അത് ഉപയോഗിക്കണമെങ്കിൽ അയാള് കമ്പ്യൂട്ടർ ഹാക്കിങ്ങിൽ അതിവിദഗ്ധനായിരിക്കണം. അങ്ങനെ ഒരു വിദഗ്ധനെ എന്റെ വീട്ടിലുള്ളൂ. അതിന്റെ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനാണ്. അപ്പൊ ഞാൻ മകനെ ശാന്തനായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ എങ്ങനെയാ ഇത് പൊട്ടിക്കുന്നത്, എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല, ഇന്നേ കാലം വരെ പറഞ്ഞതല്ല. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായാലും ഇനി ഹാർഡ്വെയർ ലോക്ക് വെച്ചാലേ പറ്റുള്ളൂ. അത് പറ്റും. ഹാർഡ്വെയർ ലോക്ക് വെച്ചാൽ കീ എപ്പോഴും ഞാൻ കൊണ്ടുനടക്കാം. ഇതാകുമ്പോൾ ഒരു പാസ്വേഡ് കൊണ്ടുനടന്നാൽ മതി. ഹാർഡ്വെയർ ലോക്ക് ഞാൻ പറ്റാൻ പോകുന്നത്. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, 2 നഷ്ടമാണ് ഇതിൽ വരുന്നത്. 2 നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അവന്റെ പഠന സമയത്തിന്റെ മണിക്കൂറുകളുടെ നഷ്ടം, രണ്ടാമത് എന്റെ പൈസ നഷ്ടം. മണിക്കൂർ കണക്കിന് ഇന്റർനെറ്റ് കൊടുക്കണം. ഒരു കാര്യം ചെയ്യും, എന്തായാലും നീ ഉപയോഗിച്ചോളൂ, ഞാൻ നിയന്ത്രിക്കുന്നില്ല. നിനക്കതൊരു ലേണിംഗ് ആണ്. നിനക്കിപ്പോ ഏറ്റവും കടുത്ത സോഫ്റ്റ്വെയർ തന്നെ പഠിക്കാൻ നിനക്കിപ്പോ അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ മെഡിക്കലെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇതൊന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞു. കുറച്ചു. അത് ന്യായമായിട്ട് നമ്മൾ പറഞ്ഞാൽ കുട്ടികൾ കുറയ്ക്കും. അവർക്ക് മനസ്സിലായില്ല. ഞാനിത് പറയാൻ കാരണം, ഇപ്പൊ ഞാൻ കരുതിയത് എൻ്റെ മകന് കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവനിപ്പോഴ് ക്യാൻസറിന്റെ ഡോക്ടറാണ്. എന്ന് മാത്രമല്ല, അവന്റെ കമ്പ്യൂട്ടർ പരിജ്ഞാനം നന്നായിട്ട് അതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൂടാ എന്നൊന്നും നമ്മൾ കുട്ടികളോട് പറയണ്ട, അത് നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പറയണം. ഒരുപക്ഷെ ഞാനന്ന് കമ്പ്യൂട്ടർ ഉപയോഗിച്ചതിന് ശകാരിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് അന്ന് നിന്നേക്കാം. പക്ഷെ ശിക്ഷയല്ല നമ്മുടെ ഉദ്ദേശം. നമ്മൾ കുട്ടികളെ ശരിയായ രീതിയിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ മൊബൈലിന്റെ കാര്യത്തിലും ലാപ്ടോപ്പിന്റെ കാര്യത്തിലും എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നിലപാട് വ്യക്തമായിരിക്കണം. ആ നിലപാട് കുട്ടികളിലേക്ക് അറിയാതെ പ്രവേശിച്ചുള്ളൂ. നമ്മൾ അതിൽ ഒരു ഒളിച്ചുകളി, നമ്മൾ ജീവിതത്തിൽ ഒളിച്ചുകളി നടത്തുന്നവരാണെങ്കിൽ നമ്മുടെ മക്കളും അങ്ങനെ നടത്തിയിരിക്കും. പണ്ടാരും പറയാറില്ലേ, 10 ഗുണം 10 ഗുണം. അതൊന്നും നമുക്ക് നമ്മുടെ ഡിമീനർ മറയ്ക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാവും, ഇപ്പൊ എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും
കള്ളമുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നിങ്ങൾക്കത് വായിക്കാൻ കഴിയും. നിങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുക, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഈ റീഡിങ് കപ്പാസിറ്റി ബെറ്റർ ആണ്. എന്നുവെച്ചാൽ പണ്ടാരോ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ ജനിക്കുന്ന സമയത്ത് ടെലിവിഷൻ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ജനിച്ച സമയത്ത് കണ്ടത് മൊബൈൽ ഫോണാണ്. എന്നോട് കളിക്കണ്ടെന്ന് അവര് തിരിച്ചു പറയും. ഏതോ ഒരു ടിവിയുടെ പരസ്യത്തിലല്ലേ, ജനിച്ച ഉടനെ പുറത്തിറങ്ങി കത്രിക എടുത്ത് പൊക്കിൾക്കൊടി മുറിച്ചിട്ട് നടന്നുപോയി ഡിജിറ്റൽ ഉപയോഗം നടത്തുന്ന ഒരു കുട്ടിയുടെ പരസ്യം സാംസങ് ആണോ ഏതൊരു ഫോണിലുണ്ട്. അത് കാലം മാറി വരികയാണ്. നമ്മൾ അതിനെക്കുറിച്ച് ഒട്ടും വേവലാതിപ്പെടണ്ട. പക്ഷെ ഒരു കാര്യം മാത്രം, നമ്മുടെ ചിന്തകളും മാറണം. നമ്മുടെ ചിന്തകൾ എങ്ങനെ മാറണമെന്ന് ഞാൻ പറയും. ഞാൻ കുറച്ചു കാലം മുമ്പ് ഇവിടെ അടുത്തുള്ള പ്രശസ്തമായ ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ഉണ്ടായിരുന്നു. ഇതിപ്പോഴല്ല, ഒരു 10-15 കൊല്ലം മുമ്പേ ആണെന്ന് എൻ്റെ ഓർമ്മ, 10 കൊല്ലെങ്കിലും മുന്നേ ആയിരിക്കണം. അപ്പൊ ഒരു ദിവസം അവിടുത്തെ അഡീഷണൽ GM വിളിച്ചു, സാർ ഞങ്ങളുടെ സ്റ്റാഫിനെയൊക്കെ ഒന്ന് അഡ്രസ് ചെയ്യണം. ഞാൻ ചോദിച്ചു എന്താ കാര്യം? അവർക്ക് ആകെ ഡീമോട്ടിവേറ്റഡ് ആണ്. കാരണം ഒരുപാട് പിരിച്ചുവിടുന്നത്, ബാക്കിയുള്ളവർക്ക് വോളണ്ടറി റിട്ടയർമെന്റ്. 1000 ചെല്ലുവാനും ജീവനക്കാരുണ്ടായിരുന്നിടത്ത് നിന്ന് 3-2 ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഒന്നീ പിരിച്ചുവിടപ്പെട്ടു, അല്ലെങ്കിൽ ഗോൾഡൻ ഷേക്ക് കൊണ്ട് പിരിഞ്ഞു പോയി. അവരൊന്ന് അഡ്രസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോ അവിടെ പകുതിയോളം ജീവനക്കാർ സ്ത്രീ ജീവനക്കാരാണ്. ഒരു എന്തായാലും പൊതുമേഖലാ സ്ഥാപനമല്ലേ, 58 വയസ്സിന് മുകളിലുള്ള ആരും അവിടെ ഇല്ല. അപ്പൊ ഒരു 40-നും 58-നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളാണ് അവിടെ അധികം. ഞാൻ നോക്കുമ്പോൾ എനിക്ക് സങ്കടം വന്നു. എന്താണെന്നറിയാം, അതിന് പകുതി മുക്കാലും പേരുടെ തലമുടി നരച്ചിരിക്കുകയാണ്. ഈ നരച്ച മുടി കാണുന്നത് എനിക്ക് പൊതുവെ ഇഷ്ടമല്ല. എന്താ കാര്യം എന്നറിയാമോ? നരച്ച മുടി നരയ്ക്കുന്നതിലെ തെറ്റുകൊണ്ടല്ല, പക്ഷെ നരച്ച മുടിയെ ഒരു ആഡംബരമായി കൊണ്ടു നടക്കുന്നത് ഞാൻ വയസ്സായി എന്നുള്ളതിന്റെ ഒരു പ്രഖ്യാപനമാണ്. അതുകൊണ്ടാണ് അത് പറഞ്ഞിട്ട് വിഷമമൊന്നും വേണ്ട കേട്ടോ. ആണുങ്ങൾക്ക് നരച്ച മുടി ഒരു ആദ്യത്തെ ലക്ഷണമാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ പൊതുവെ നമ്മൾ വിചാരിക്കും മുടി എന്തിനാ കറുപ്പിക്കുന്നത്, മുടി കറുപ്പിക്കുന്നതിൽ എന്താണ് രസം? ചിലർക്ക് മുടി കറുപ്പിക്കാൻ പറ്റില്ല. എൻ്റെ ഒരു സഹപ്രവർത്തകൻ പറഞ്ഞു, അദ്ദേഹം മുടി ഒരു ദിവസം കറുപ്പിക്കാൻ പോയി, മുഖത്ത് മുഴുവൻ പാടായി പോയി, അലർജി, മുടി കറുപ്പിക്കാൻ പോയി. അപ്പൊ ഞാൻ ഈ അവിടെ കൂടിയിരുന്ന സ്ത്രീകളോട് ഞാൻ പറയുകയുണ്ടായി, നമ്മൾ സ്വയമാണ് തീരുമാനിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും പ്രായം. നമ്മൾ സ്വയമാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ശരീരത്തിന്റെ പ്രായം തീരുമാനിക്കുന്നത് നിങ്ങളുടെ മനസ്സാണ്. നമ്മളൊക്കെ അറിയാത്ത ഒരു കാര്യമാണ്, ശരീരത്തിന്റെ പ്രായം തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സ് മാറുന്നതിനനുസരിച്ച്, ഞാൻ ഇന്നലെ കൂടി ഒരു യൂട്യൂബിൽ ഒരു ടോക്ക് കേൾക്കുണ്ടായി, മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ അനുസരിച്ച് ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതി മാറുന്നതിനെ കുറിച്ച്. ഒരു 80 വയസ്സായ ഒരാളും എനിക്ക് ആരോഗ്യം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ആൾക്ക് ആരോഗ്യം ഉണ്ടാവും. ആരോഗ്യം മനസ്സുമായിട്ട് അങ്ങനെ ഇടചേർന്ന് കിടക്കുകയാണ്. അല്ലാതെ ആരോഗ്യം ഒരു വഴിക്ക് മനസ്സൊരു വഴിക്കെന്നല്ല. പണ്ട് ദെക്കാർത്തെ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ട്. കാരണം ഈ പ്രീ ഡിഗ്രിക്ക് 12ാം ക്ലാസ്സിലൊക്കെ മാത്തമാറ്റിക്സ് പഠിക്കുന്നവര് കാർട്ടീഷ്യൻ ജോമെട്രി എന്ന് പറഞ്ഞൊരു പ്രത്യേക വിഭാഗമുണ്ട്, കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയും. അതിന്റെ ഉപജ്ഞാതാവ് ഒരു ഫ്രഞ്ച് ഗണിതജ്ഞനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ദെക്കാർത്തെ എന്നാണ്. ഡെസ്കാർട്ടസ് എന്നാണ് ഫ്രഞ്ചിൽ എഴുതുക, പക്ഷെ അത് വായിക്കുക ദെക്കാർത്തെ എന്നാണ്. ദെക്കാർത്തെ എനിക്ക് വളരെ പ്രശസ്തമായ ഒരു വചനം പറഞ്ഞു, ഐ തിങ്ക് സോ ഐ ആം. ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു ഞാൻ അതാണ്. അദ്ദേഹം ഒരു ഫിലോസഫറുടെയാണ്. ഇത് വളരെ പ്രധാനമാണ്. നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു നിങ്ങൾ അതാണ്. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടെന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും. നിങ്ങൾക്ക് സങ്കടമാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സങ്കടമായിരിക്കും. നിങ്ങൾക്ക് മരണഭയം ഉണ്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരണഭയം ഉണ്ടാവും. നിങ്ങൾക്ക് മരണഭയം ഇല്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മരണഭയം ഇല്ല. ദൈവം ഉണ്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ദൈവഭയം ഉണ്ടാവും. ദൈവമില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ദൈവഭയം ഇല്ല. മൈൻഡ് ഈസ് ദ ഗ്രേറ്റസ്റ്റ്. ഈ മൈൻഡ് എവിടെയായിരിക്കുന്നത്? പണ്ടൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ പറയാറുണ്ട് മനസ്സ് ഹൃദയത്തിലാണെന്ന്. അതുകൊണ്ടല്ലേ ഹൃദയ സരസിലെ പ്രണയപുഷ്പം എന്നൊക്കെ പറഞ്ഞ് കവി പാട്ട് എഴുതിയത്. ഹൃദയ സരസിൽ ഒന്നുമില്ല, അവിടെ ബ്ലഡ് വെസൽസ് മാത്രമേ ഉള്ളൂ. ഈ മനസ്സ് ഇവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഡെത്ത് എന്നുള്ളതിന് ഒരു ഡെഫിനിഷൻ എന്താണെന്നറിയാമോ? when the brain is no more responding എന്നാണ്. അതായത് മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകാലിന് അനക്കമില്ല എന്നല്ല, തലച്ചോറ് ചലിക്കുന്നില്ല എന്നാണ്, തലച്ചോറ് പ്രവർത്തിക്കുന്നില്ല എന്നാണ്. ഈ തലച്ചോറ് എന്ന് പറഞ്ഞാൽ വളരെ വികൃതമായ ഒരു ചോറാണ്. അത് പഴങ്കഞ്ഞിയാണ്, ചോറല്ല. തലയില് ഏകദേശം 1.25 ലിറ്റർ വ്യാപ്തം. 1.25 ലിറ്റർ എന്ന് പറഞ്ഞാൽ 5 കപ്പ് പാലിന്റെ അത്രയും വെള്ളം അതിനകത്തുണ്ട്. അത് സാധാരണ വെള്ളമല്ല, ഉപ്പുവെള്ളമാണ്. എന്തിനാ ഉപ്പുവെള്ളം? ചീഞ്ഞു പോവാതിരിക്കാൻ.
പണ്ടൊക്കെ ഉപ്പുമാങ്ങ എന്ന് പറഞ്ഞൊരു ഇടപാടുണ്ടായിരുന്നു. മാങ്ങ എടുത്ത് ഉപ്പിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ, എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, എന്റെ അടുത്ത വീട്ടിൽ എന്റെ ഒരു ബന്ധു ഉണ്ടായിരുന്നു, അച്ഛന്റെ ഒരു കസിൻ സിസ്റ്ററാണ്. ഏത് സമയത്ത് പോയാലും അവിടെ ഉപ്പിലിട്ടുണ്ടാവും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളതുകൊണ്ട് ചെല്ലുമ്പോഴൊക്കെ എനിക്കത് തരുവാൻ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എപ്പോഴും ചെന്നാത്ത മോശമല്ലെന്ന് വിചാരിച്ചു വല്ലപ്പോഴൊക്കെ ഓടി ചെല്ലും. ഈ ഉപ്പിനകത്ത് കിടന്നാൽ വർഷങ്ങൾ കിടന്നാലും കേടാവില്ല. നമ്മുടെ തലയിൽ ഈ ഉപ്പുവെള്ളമാണ്. കേൾക്കുമ്പോൾ വിഷമം തോന്നും, ഉപ്പുവെള്ളമാണ് തലയിൽ ഇരിക്കുന്നത്. പക്ഷെ ഈ 1.5 ലിറ്റർ യാത്രത്തിൽ ഉപ്പുവെള്ളമാണ്. ഈ ഉപ്പുവെള്ളത്തിനകത്ത് 1.25 കിലോയോളം ഭാരം വരുന്ന ഒരു സാധനമുണ്ട്. നോക്കൂ, 1.5 ലിറ്ററിനകത്ത് 1.25 കിലോ ഭാരം വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ സാന്ദ്രത കുറവാണ്. അതിന് വെള്ളത്തെക്കാൾ ഭാരം കുറവാണ്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന സാധനം, അതിനാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. അതിന് 3 വിഭാഗമുണ്ട് ബ്രെയിൻ. അതവിടെ നിൽക്കട്ടെ. ഇത് ഈ പഴങ്കഞ്ഞി പോലെ ഉപ്പുവെള്ളത്തിൽ കിടക്കുക. ഇതാണ് തലച്ചോറ്. ആ തലച്ചോറിനെ വെല്ലാൻ ഇതുവരെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോ ഏജ് ആണെന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾ യന്ത്രൻ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയാണ് പ്രവൃത്തിയിലേക്ക് വരുന്നത്, എങ്ങനെയാണ് യന്ത്രമാകുക എന്നൊക്കെ. നമ്മുടെ തലച്ചോറിനെ വെല്ലാനുള്ള ഒരു യന്ത്രവും ഇന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല. അടുത്ത കാലത്ത് ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞ പോലെ, എന്ന് ഒരു ദിവസം തലച്ചോറിനെ വെല്ലാൻ കഴിയുന്ന ഒരു യന്ത്രത്തെ മനുഷ്യൻ കണ്ടുപിടിക്കുന്നു, അന്ന് മനുഷ്യരാശിയുടെ അന്ത്യമായിരിക്കും. ഇത് ഞാൻ പറഞ്ഞല്ല, സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറഞ്ഞൊരു ലോകം കണ്ടതിൽ വെച്ച് വളരെ പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനാണ്. മരണത്തെ അതിജീവിച്ച ഒരു ശാസ്ത്രജ്ഞനാണ്. 21ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ തളർന്നുപോയി, സംസാരശേഷി ഉൾപ്പെടെ. അദ്ദേഹത്തിന്റെ കൂട്ടുകാരെല്ലാം കൂടി ചേർന്ന് ഒരു മെഷീൻ ഉണ്ടാക്കി, സിന്തസൈസർ. എന്താ ഈ സിന്തസൈസർ എന്ന് വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇങ്ങനെ ചെറിയ, അധികം ശക്തിയിൽ ഊതാൻ പറ്റില്ല, ചെറിയ ശബ്ദത്തിൽ ഊതും. ആ വരുന്ന ശബ്ദം ഈ സിന്തസൈസറിന്റെ മൈക്രോഫോൺ പിടിച്ചെടുത്ത് അതിനെ കൺവേർട്ട് ചെയ്ത് ശബ്ദ തരംഗമാക്കി മാറ്റി കേട്ടാൽ മനസ്സിലാക്കുന്ന ശബ്ദമാക്കും. അതിനാണ് ഈ സിന്തസൈസർ എന്ന് പറയുന്നത്. 21 വയസ്സ് തൊട്ട് ഈ അടുത്ത കാലത്ത് അദ്ദേഹം മരിക്കുന്നവരെ ഏതാണ്ട് 60ഓളം വർഷക്കാലം അദ്ദേഹം അതിനെ ആശ്രയിച്ചാണ് ജീവിച്ചത്. അനങ്ങാൻ പറ്റില്ല, വീൽ ചെയറിലാണ്. മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന് പറയുന്നത് വളരെ അപൂർവമായ ഒരു രോഗം. പേശികളൊന്നും ഉണ്ടാവില്ല, പേശികളൊന്നും ചലിക്കില്ല, ഉണ്ടാവുകയില്ല. ഉള്ള പേശികൾ അലിഞ്ഞലിഞ്ഞില്ലാതായി പോകുന്ന ഒരു രോഗമാണ്. പക്ഷെ അദ്ദേഹമാണ് ഇന്ന് ലോകത്ത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ. അതിന്റെ മുന്നിലത്തെ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ പറഞ്ഞാൽ 18ാം നൂറ്റാണ്ടിലെ അല്ലെ 19ാം നൂറ്റാണ്ട് ആദ്യത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പറയാറുള്ളത് ഐൻസ്റ്റീൻ എന്നാണ്. ഐൻസ്റ്റീൻ കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ, അതായത് അദ്ദേഹം അടുത്ത കാലത്താണ് മരിച്ചത്, 21ാം നൂറ്റാണ്ടിലും അദ്ദേഹം 20 വർഷത്തിന് മേലെ ജീവിച്ചു. അദ്ദേഹത്തെയാണ് ലോകം ഏറ്റവും വലിയ ഈ നൂറ്റാണ്ടിന്റെ ശാസ്ത്രജ്ഞനായിട്ട് പറഞ്ഞത്, സ്റ്റീഫൻ ഹോക്കിംഗ്. മനസ്സിലല്ലേ? അപ്പോ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ മനസ്സ് എവിടെയൊക്കെ എത്തുന്നുവോ അവിടെയൊക്കെ എത്തിപ്പെടാനേ നമുക്ക് കഴിയും. അതുകൊണ്ട് വലിയ ബിസിനസ്സുകാരുടെ മൈൻഡ് സെറ്റ് പഠിച്ചാൽ നിങ്ങൾ മനസ്സിലാവും. ഒരു വളരെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്, റിച്ച് ഡാഡ് പുവർ ഡാഡ്. കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. എവിടെയെങ്കിലും പുസ്തകം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കും. റിച്ച് ഡാഡ് പുവർ ഡാഡ്. സമ്പന്നനായ അച്ഛൻ, ദരിദ്രനായ അച്ഛൻ. 2 അച്ഛന്മാരെ കുറിച്ച് അവരുടെ കുട്ടികൾ നടത്തുന്ന പഠനമാണ്. ഒരു കഥയാണത്, ഒരു മോട്ടിവേഷണൽ പുസ്തകമാണെന്ന് മാത്രം. ഞാനിത് പറയാൻ കാരണം, നമുക്കൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, ഭയങ്കര പണക്കാരനാണെന്ന് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? കുറച്ചു പേരുണ്ടാവും. എന്താണെന്നറിയാമോ? അബ്രഹാം മാസ്ലോ എന്ന് പറഞ്ഞൊരു മനഃശാസ്ത്രജ്ഞൻ പറയുന്നു, മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് 5 തലമാണുള്ളത്. അതിൽ ഏറ്റവും താഴത്തെ തലം എന്ന് പറഞ്ഞാൽ ബേസിക് നീഡ്സ് ആണ്. ആഹാരം, ഭക്ഷണം, പാർപ്പിടം, ഇതൊക്കെ മതി. അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത തലത്തിലേക്ക് നമ്മൾ ഉയരുകയാണ്. അടുത്ത തലത്തിൽ എന്താണ് നമ്മുടെ ആവശ്യം? സുരക്ഷിതത്വം വേണം, സെക്യൂരിറ്റി നീഡ്സ്. നമ്മളെ ആരും കിടന്ന് ആക്രമിക്കാൻ പാടില്ല, സുരക്ഷിതമായിട്ടുള്ള ഒരു വീട് വേണം, സുരക്ഷിതമായ ചുറ്റുപാടുകൾ വേണം. അതാണ് 2ാമത്തെ ആവശ്യം. അതും കഴിഞ്ഞ് എന്റെ സമയമാകുമ്പോൾ പറഞ്ഞേക്കണേ, ഇങ്ങനെയൊക്കെ തുടരും. 3ാമത്തെ ആവശ്യം എന്ന് പറയുന്നത് സാമൂഹിക ആവശ്യങ്ങളാണ്, സോഷ്യൽ നീഡ്സ്. അതിന്റെ ഭാഗമാണ് നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ കിടക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ടല്ല, ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടണം. അവിടെയാണ് സോഷ്യൽ നീഡ്സ് വരുന്നത്. ഇതൊരു സാമൂഹിക ആവശ്യമാണ്. ഈ സാമൂഹിക ആവശ്യം 3ാമത്തെ തലത്തിലാണ്. അതുകൊണ്ട് 1ഉം 2ഉം തലത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ റെസിഡൻസ് സൊസൈറ്റികൾ ഉണ്ടാവില്ല. 3ാമത്തെ തലം എത്തിയാൽ മാത്രമേ നമുക്ക് അതിന് സമയം കണ്ടെത്താൻ പറ്റുള്ളൂ. ഇനി 4ാമത്തെ ഏതാണെന്നറിയാവോ? 4ാമത്തേതിന്
എസ്റ്റീം നീഡ്സ് എന്ന് പറയും. എസ്റ്റീം നീഡ്സ്. ഈ എസ്റ്റീം നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി മെച്ചപ്പെട്ടവനാകണം. എൻ്റെ അടുത്ത വീട്ടിൽ മാരുതി കാറാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഓടി കാർ വേണം. എൻ്റെ അടുത്ത വീട്ടിൽ 800 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണെങ്കിൽ എൻ്റെ വീട്ടിൽ 3000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടായിരിക്കണം. എന്നെ കാണുമ്പോൾ ആളുകൾ സലാം പറയണം, അല്ലെങ്കിൽ ഉപചാരം പറയണം. ഇതൊക്കെ നമ്മുടെ അഹങ്കാരത്തിന്റെ ചില ആവശ്യങ്ങളാണ്. നമ്മളിൽ പലരും ഉണ്ടാവും ആവശ്യങ്ങളുള്ളത് കേട്ടോ. പുറത്ത് കാണിക്കാത്തത് പ്രതികരണം അറിയാത്തതുകൊണ്ട് മാത്രമാണ്. സോഷ്യൽ നീഡ്സ് നമ്മളൊക്കെ മിക്കവാറും, നിങ്ങളൊക്കെ ഏതാണ്ട് 3ാമത്തെ തലം എത്തിക്കഴിഞ്ഞു. പക്ഷെ 4ാമത്തെ തലത്തിൽ എല്ലാവരും എത്തില്ല. ഇനി 5ാമതൊരു തലം കൂടെ ഉണ്ട്. ആ തലം വളരെ അപൂർവം പേരെ എത്താറുള്ളൂ. അതിന് സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്, ആത്മസാക്ഷാത്കാരത്തിന്റെ തലം. ഈ ആത്മസാക്ഷാത്കാരം വന്നവർക്ക് പണം ഒരു കൺസേണേ ഇല്ല. പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവര് ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാകുന്നു. ഒരുപക്ഷെ അവരെല്ലാം ഉപേക്ഷിച്ച്, ഒരു വലിയ വ്യവസായി എല്ലാ സ്വത്തും കൊണ്ടുവന്ന് ശബരിമലയിൽ ഉപേക്ഷിച്ച് അയാള് ഹിമാലയത്തിലേക്ക് പോയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഒരു നോവലുണ്ട്, മാൻ ഹു സോൾഡ് ഹിസ് ഫെറാറി. ഫെറാറി എന്ന് വെച്ചാൽ അമേരിക്കയിലെ ഏറ്റവും വില കൂടിയ ഒരു കാറാണ്. ഫെറാറി വിറ്റുപോയ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അയാൾ എന്നിട്ട് ഹിമാലയത്തിലേക്ക് സന്യസിക്കാൻ പോയി. എന്ന് വെച്ചാൽ ആ ഫെറാറി കാറിന് പോലും അയാളിൽ സന്തുഷ്ടി ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ അപൂർവമായിട്ട് എത്തുള്ളൂ. ഈ പറഞ്ഞ വേൾഡ്ലി അസെറ്റ്സ്, ഭൂമിയിലുള്ള ഭൗതികമായ എല്ലാ സുഖങ്ങളിലും ഒരർത്ഥവും കാണാത്ത ഒരു സ്റ്റേജ് വരും. ആ സ്റ്റേജിൽ നിങ്ങൾ ആരെങ്കിലും എത്തുമെന്ന് എനിക്കറിയില്ല. ആ സ്റ്റേജിൽ എത്തണമെങ്കിൽ രവീന്ദ്രനാഥ് ടാഗോർ പാടിയ പോലെ into that heaven of freedom my father let my country awake എന്ന് ചിന്തിക്കുന്ന ഒരാളിന് മാത്രമേ ആ ലെവലിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആ ലെവലിൽ നമ്മൾ എത്തിയാൽ ഭാഗ്യം. ആ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഈ മീറ്റിങ്ങിന് വരില്ല. ഈ മീറ്റിങ്ങിൽ നിങ്ങൾ ഒരു അർത്ഥവും കാണില്ല. ഞാൻ പറയുന്ന വാക്കുകളുടെ ഒരു അർത്ഥവും കാണില്ല. ഇവിടെ നിൽക്കുന്ന ഭാരവാഹികളോട് നിങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും ആ തലത്തിൽ എത്താതിരിക്കട്ടെ എന്ന് ആശംസിക്കാം. പക്ഷെ ഇതിലൊക്കെ ഒരു പ്രത്യേകത, നമുക്കൊക്കെ പണത്തിനോട് ആർത്തി ഉണ്ടാവും. പക്ഷെ ഈ ആർത്തി ഉണ്ടായിട്ട് അടുത്ത കാലത്ത് എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാർ എനിക്ക് ഒരുപാട് പണം ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം, പണത്തിന് അതിൻ്റെതായ ഒരു മനഃശാസ്ത്രമാണ്. നിങ്ങൾക്ക് അറിയുമോന്നറിയില്ല, നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, പണത്തിന് അത് ആരിലേക്ക് എത്തണമെന്ന് അതിൻ്റെതായ ഒരു നിയമമുണ്ട്. ദ തിയറി ഓഫ് ഫ്ലോ ഓഫ് മണി. ചിലപ്പം എനിക്ക് പണം വേണമെന്ന് ആഗ്രഹിക്കാത്തവനിലേക്കായിരിക്കും പണം എത്തിച്ചേരുക. പക്ഷെ പണത്തിന് അവനിലേക്ക് എത്തണമെന്നായിരിക്കും ആഗ്രഹം. അതെന്താണെന്നറിയാം അതിന്റെ ബേസിക് തിയറി അത്യാഗ്രഹം ഉള്ളവനിലേക്ക് പണം വരില്ല. നിങ്ങൾ ഏത് പണക്കാരനെ എടുത്തു നോക്കുക, അവരെ കുറിച്ച് നമുക്ക് കേരളീയർക്ക് പൊതുവെ ഒരു കുഴപ്പം എന്താണെന്നറിയാമോ? ഈ പണം ഉള്ളവനെ പുച്ഛമാണ്. നമ്മൾ എന്താ അതിന് വാക്ക് ഉപയോഗിക്കുന്നത്? മുതലാളി എന്നാണ് ഉപയോഗിക്കുന്നത്. പണം ഉള്ളവന് ഈ മുതലാളി എന്ന് പറഞ്ഞാൽ എന്താ? മുതലാളി മുതലെ കൂട്ടി വെക്കുന്നതാണ്, അല്ലെങ്കിൽ മുതൽ ലാളിക്കുന്നതാണ്. ഏതായാലും ശരി, രണ്ടും നല്ല വാക്കല്ല. ഇത് വെറുതെ വരുന്നില്ലല്ലോ. ഒരു വ്യക്തിയുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സമ്പത്തിനെ അവന് ഇഷ്ടമാണെന്നാണ്. അതിന്റെ വേറൊരു അർത്ഥം, അതിന്റെ വാച്യാർത്ഥം നോക്കിക്കഴിഞ്ഞാൽ അവന് സമ്പത്തിന്റെ വഴി അറിയാമെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പാലക്കാട് വരെ എത്തണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണം. ഇവിടുന്ന് നേരെ അങ്ങോട്ട് ഇറങ്ങി നേരെ ഹൈവേ വഴി വലത്തേക്ക് പോയാൽ പാലക്കാട് എത്താം. നിങ്ങൾ നേരെ ഹൈവേയിൽ ഇറങ്ങി ഇടത്തോട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും പാലക്കാട് എത്തില്ല, നേരെ അങ്ങ് പോകും. അപ്പൊ പണത്തിന്റെ വഴി പണത്തിനറിയാം, പണം ഉണ്ടാക്കേണ്ട വഴി അറിയുന്നവരുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോ പണം കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്ന രീതി വ്യത്യസ്തമാണെന്നുള്ളതാണ്. ഇനി നിങ്ങൾക്കൊക്കെ അറിയാത്ത ഒരു രഹസ്യം കൂടി ഞാൻ പറയാം. ഈ പണമില്ലേ എന്ന് സങ്കടപ്പെടുന്നവർ മുഴുവൻ പിശുക്കരായിരിക്കും. എന്താണെന്നറിയാമോ? പണത്തിന്റെ ഒരു പ്രത്യേകത, ഇപ്പൊ നിങ്ങൾ മീൻ പിടിക്കാൻ പോയി, ഞാനിത് പറയുന്നത് നിങ്ങൾ ഒരുപാട് പണക്കാരാകട്ടെ എന്ന് സൂത്രം പറഞ്ഞിരുന്നുണ്ട്. അടുത്താണ് അവരിവിടെ സമ്പന്നരുടെ ഒരു കൂട്ടം ഇവിടെ ഉണ്ടാകട്ടെ. നിങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നു, ഒരു ചൂണ്ടയുണ്ട്, നൂലുണ്ട്, അതിലെ ലൈനും ഉണ്ട്, അതിലെ പിടിക്കുന്ന വടിയുണ്ട്. ഇത് ഒരു പുഴയിലോ കുളത്തിലോ ഇട്ട് കൊടുത്ത ഏതെങ്കിലും മീനതി കൊത്തുമോ? കൊത്തും തോന്നുന്നുണ്ടോ? കൊത്തില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരേരെ കൊരുത്ത് കൊടുക്കണം. അതൊരു ചെറുമീനാകാം, ഒരു മണ്ണിരയാകാം, തവളയാകാം, എന്തും ആകാം. അതിനെ കൊരുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു മീൻ അതിനെ കയറി പിടിക്കും. പണത്തിന്റെ തിയറി ഇതാണ്. പണം എറിഞ്ഞ് പണം മാറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പണം നമ്മളെ തേടിയൊന്നും വെറുതെ വരില്ല. ഇത് ബിസിനസ്സുകാർക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്.
ഞാനിത് കുറച്ച് വൈകിയാണ് പഠിച്ചത്, 40 വയസ്സായപ്പോഴാണ് പഠിച്ചത്. പക്ഷെ അതിനുശേഷം ഞാൻ പണത്തിന് വേണ്ടി എവിടെയും പോയിട്ടില്ല. പണം എന്റെ അടുക്കലേക്ക് വന്നുകൊണ്ടേയിരിക്കും. തിയറി മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇതിൽ സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാറി ചിന്തിക്കണം. മാറി ചിന്തിക്കാൻ ഞാൻ ഈ പറഞ്ഞ സാങ്കേതികത്വങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. എങ്ങാനും നിങ്ങൾ പരാജയപ്പെട്ടാൽ എന്റെ അടുക്കലേക്ക് തിരിച്ചു വരരുത്. ഞാനൊരു വഴി പറഞ്ഞു തന്നേ ഉള്ളൂ. അത് ചിലപ്പോൾ ക്ലിക്ക് ചെയ്യും. എല്ലാവർക്കും ഒരുപോലെ ക്ലിക്ക് ചെയ്യണം. ഇപ്പൊ കിണറ്റിലിറങ്ങാൻ പഠിപ്പിച്ചു വിട്ടു എന്ന് വെച്ചോളൂ. അപ്പൊ ഞങ്ങളൊക്കെ ചെറുപ്പത്തിലെ കിണറ്റിലിറങ്ങാം. ഈ കിണർ അറയ്ക്കാന്ന് പറയും. അതായത് ഓരോ വർഷം കിണറിലെ വെള്ളം കോരിക്കാറ്. അതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ വലിയ റൗണ്ടിലുള്ള ഒരു കിണറില് 2 കാലും അപ്പുറത്തും ഇപ്പുറത്തും ചവിട്ടിക്കൊണ്ട് ഇറങ്ങും. ഒന്ന് സ്ലിപ്പ് ചെയ്താൽ അതിനകത്ത് വീഴും. സാധാരണ ഇതിൽ കിണറ്റിൽ വീണാലും വലിയ കുഴപ്പമൊന്നുമില്ല, വെള്ളത്തിലല്ലേ വീഴുന്നത്. പക്ഷെ ചിലപ്പോ ഈ വീഴുന്ന സമയത്ത് പോയി തല അടിച്ചു എന്ന് വരും. എന്നാൽ പിന്നെ ബോധം കെട്ട് വെള്ളത്തിൽ കിടന്ന് ചത്തുപോകും ആളില്ലെങ്കിൽ. അപ്പൊ കിണറ്റിൽ എപ്പോഴും ഇറങ്ങുമ്പോൾ ഒരാളെ കൂടെ നിർത്തിയിട്ട് ഇറങ്ങാൻ പറയും. അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഇതൊരു സാമാന്യ തത്വം എന്ന് കരുതിയാൽ മതി. ഞാനിത് പറയാൻ കാരണം നമ്മുടെ ചിന്തകളെ, നമ്മുടെ സമാധാനത്തെ പലപ്പോഴും ഇല്ലാതാക്കുന്ന ഒന്നാണ് ഈ പണമാണ്. പക്ഷെ ഒന്ന് ഓർക്കുക, പണം വരും പോവും. പണം വന്നാലും പണം നിന്നാലും പണം പോയാലും പണം വന്നില്ലെങ്കിലും എനിക്കൊരു ചുക്കുമില്ല എന്നുള്ളൊരു ചിന്താഗതി ആർക്കൊക്കെ ഉണ്ടോ അവര് സമാധാനമായിട്ട് ജീവിക്കും. നിങ്ങൾ ആരിൽ സമാധാനം കാണുന്നു? ക്രിസ്മസ് സീസണാണിത്. യേശുക്രിസ്തു എന്താ പറഞ്ഞത്? ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈ സന്മനസ്സാണ് നമുക്ക് വേണ്ടത്, പണമല്ല. സന്മനസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹായിക്കാനുള്ള ഒരു പ്രേരണ. ഈ സഹായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പണം കടം കൊടുത്ത് സഹായിക്കുന്നത്, നിങ്ങൾക്ക് ശരിക്കും അറിയാവുന്ന ബുദ്ധിമുട്ടുള്ള ഒരാളിന് പണം കടം കൊടുത്ത് സഹായിക്കുന്നത് തെറ്റില്ല. പക്ഷെ ഈ പണം കടം വാങ്ങിച്ച് ശീലമാക്കിയ ചിലരുണ്ട്. അവർക്ക് ഒരു കാരണവശാലും പണം കടം കൊടുക്കരുത്. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളൊരു വിപത്തിനെ വിളിച്ചു വരുത്തുകയാണ്. അവർക്ക് ചെയ്യുന്ന അപകടകരമാണ്. എൻ്റെ ഒരു പഴയ ഓർമ്മ എനിക്ക് വരുന്നു. ഞാൻ അതൊന്ന് പറഞ്ഞേക്കാം നിങ്ങളുടെ അറിവിന് വേണ്ടി. ഒരു ദിവസം ഞാനൊരു കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഡ്രൈവർ പറഞ്ഞു, സാർ ഞാനൊരു കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നല്ല കാര്യം സാർ, അതിന് എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, ഒരു 3-4 ലക്ഷം രൂപയെങ്കിലും വേണം കല്യാണം നടത്താൻ. ഞാൻ സാറിനെ കണ്ടുകൊണ്ടാണ് കല്യാണാലോചനയൊക്കെ പോകുന്നത്. നോക്കൂ. അപ്പൊ ഞാൻ വീട്ടിലെത്തി, കാർ നിർത്തി കഴിഞ്ഞപ്പോൾ അയാളോട് പറഞ്ഞു, താക്കോലിന് തിരിച്ചു വന്നെന്ന് പറഞ്ഞു, നാളെ തൊട്ട് വരണ്ടാണ്. എന്താണെന്നറിയാം? കാരണം എന്റെ ജീവൻ അയാളുടെ കയ്യിലാണ്. ചിലർ കടം ചോദിക്കുന്നത് വളരെ അപകടകരമാണ്. ഒരു ഡ്രൈവർക്ക് ഒരിക്കലും പണം കടം കൊടുക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു തരാതിരിക്കാനുള്ള മാനുഷികമായ ബുദ്ധി അവൻ പ്രയോഗിക്കും. അപ്പൊ അവന് മനസ്സിലായില്ല. അവനിങ്ങനെ അന്തം വിട്ടേക്കുക. സാർ നാളെ തൊട്ടപ്പോ ഞാൻ പണിക്ക് വരണ്ടേ? വേണ്ട. അതെന്താ സാർ? അത് വഴിയെ മനസ്സിലായിപ്പോയി. അപ്പൊ അപകടകരമായ ചില കാര്യങ്ങൾ ഈ പണമിടപാടുകളിലുണ്ട്. ഞാനൊരു സൂചന പറഞ്ഞു എന്ന് മാത്രം. കഴിയുവാണെങ്കിൽ നിങ്ങൾ ആർക്കും പണം കടം കൊടുക്കരുത്. നിങ്ങളുടെ ഈ പണം കൂടുതലുണ്ടെങ്കിൽ ദാനം കൊടുക്കൂ, തിരിച്ചു വാങ്ങണ്ട. ഈ കടം കൊടുക്കുക എന്ന് പറയുന്നത് കടം വാങ്ങിക്കുന്നവന്റെ മനഃശാസ്ത്രം വേറെയാണ്. അതിൽ വേറെ രഹസ്യം കൂടെ ഉണ്ട്. ചിലപ്പോൾ ഒരു പരിചയമില്ലാത്ത നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ എവിടെയും വരാത്ത ആളുകൾ നമ്മളോട് പണം കടം ചോദിക്കും. അപ്പൊ ആലോചിക്കേണ്ട ഒരു ചെറിയ കാര്യമുണ്ട്. അവന് ബന്ധുക്കളുണ്ട്, അവന് സുഹൃത്തുക്കളുണ്ട്, അവന് അയലത്തുകാരുണ്ട്. അവരോടൊന്നും ചോദിക്കാതെ അവൻ എന്നോട് വന്ന് പണം കടം ചോദിക്കുന്നെങ്കിൽ സംതിങ് റോങ് സംവെയർ. ഇത് നമ്മൾ ഉണ്ടാകേണ്ട ഒരു കോമൺ സെൻസ് ആണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കുക. നമുക്ക് ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കുക. എന്താ ആ കാര്യം? മനസ്സെപ്പോഴും മനോഹരമാക്കി വെക്കാൻ നമുക്ക് ഇങ്ങനെയുള്ള ഒത്തുചേരലുകൾ സഹായിക്കും. എന്താ പറയുക? ഇതൊരു സ്ട്രെസ് റിലീഫാണ്. ഇവിടെ വന്ന് കുറെ പേരെ കാണുക, കുറെ പേരോട് സംസാരിക്കുക. ഇതൊന്നും ഇപ്പൊ ഇല്ല. സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒത്തുചേരലുകൾ. ഇപ്പൊ എല്ലാം ഓൺലൈനാണ്, മീറ്റിംഗ് ഉൾപ്പെടെ. അപ്പൊ നമുക്ക് അടുത്ത് കാണാൻ കഴിയാം. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും അമൂർത്തമായ, ഏറ്റവും സന്തോഷകരമായ കാര്യം സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ പങ്കിടാൻ കഴിയാന്നുള്ളതാണ്. ഇപ്പൊ വിവാഹാലോചനകളും വിവാഹ നിശ്ചയങ്ങളും ഒക്കെ കൂടി ഓൺലൈൻ നടക്കുന്ന സമയമാണ്. അപ്പൊ അതെല്ലാം മാറ്റിവെച്ച് ഇതുപോലുള്ള ഒത്തുചേരലുകൾ നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ അസോസിയേഷനെ ഒന്നുകൂടി ഭംഗിയാക്കി നടത്താൻ കഴിഞ്ഞാൽ
കുറെ കാര്യങ്ങളൂടെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അസോസിയേഷന്റെ വകയായിട്ട് ഷോർട്ട് ഫിലിമുകൾ എടുക്കണം, നൃത്ത പരിപാടികൾ റെക്കോർഡ് ചെയ്യണം, മറ്റ് അസോസിയേഷനുകൾക്ക് അത് അയച്ചു കൊടുക്കണം, അവരിൽ അസൂയ ഉണ്ടാക്കണം, അവരെ കൊണ്ട് നന്നായി പ്രവർത്തിപ്പിക്കണം. ഇതൊക്കെ നിങ്ങളുടെ ഒരു ഡ്യൂട്ടി ആയിട്ട് കൂടി നിങ്ങൾ കരുതും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ അല്ലേ? അപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഞാനിന്ന് രാവിലെ